സുഖകരമായ തോണ്ടല്, ഞോണ്ടല്, സംസാരങ്ങള്, കോടുഭാഷകള്, വികാരങ്ങൾ ജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വികാരതരമായ വാക്കുകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പിള്ളേരെ പരിപാടി, ചെറുപ്പക്കാരെ പരിപാടി ഇപ്പൊ എങ്ങനെയാ? അപ്പച്ച ഒരു കാര്യം ചെയ്യണം, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ 3 മാസം മുമ്പേ മനസ്സമ്മതം നടത്തണം. മനസ്സമ്മതം നടത്തിയിട്ട് 3 മാസം കഴിഞ്ഞ് കല്യാണം മതി. അതെന്താടാ മോനെ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് ഞാനിങ്ങനെ മനസ്സമ്മതമൊക്കെ കഴിയുമ്പോൾ ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടല്ല, ബൈക്കിനെ പുറകിരുന്ന് പോകാൻ വേണ്ടിയിട്ടാ. ഈ കെയർ ഓഫ് ലൈസൻസ് കിട്ടിയിരിക്കുക, പിന്നെ രണ്ടും കൂടെ പോക്കാം. വിവാഹമെന്ന കൂദാശയിൽ ഒന്നിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഒരിക്കലും സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ബൈക്കിൽ ഇരുന്ന് പോകാൻ പാടില്ല. കാരണം മനസ്സമ്മതം കഴിഞ്ഞു 2 ആഴ്ച കഴിഞ്ഞ് അല്ലെ 1 ആഴ്ച കഴിഞ്ഞ് പുരുഷൻ മരിച്ചാലും ആ പെണ്ണ് വേറെ കെട്ടാം. കൂദാശയല്ല മനസ്സമ്മതം, അതൊരു ഉറപ്പിക്കല. പ്രൈസലോ ശ്രദ്ധി പറഞ്ഞു ഹാലലിയ, ഹാലലിയ. അതുകൊണ്ട് എത്ര പേര് നമ്മുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കണം. പാപകരമായ യാത്ര ചെയ്തിട്ടുണ്ട് എത്ര പേര്? ആരൊക്കെ എൻ്റെ ശരി വീട്ടിൽ പോലും സുരക്ഷിതത്വമില്ല. അങ്ങനെ യാത്ര ചെയ്ത മേഖലകൾ ഏതൊക്കെയാണെന്ന് ഇനി നമ്മൾ കണ്ടെത്താൻ പോകുകയാണ്. ഒന്ന് കൈയുയർത്തി പറഞ്ഞ ഹാലലിയ, ഹാലലിയ, യേശുവേ നന്ദി, ഹാലലിയ, ഹാലലിയ. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. എന്റെ ശരീരത്തിന്മേൽ അവകാശം ആർക്കാ? ആർക്കാ? പുരുഷന്റെ ശരീരത്തിന്മേൽ ആർക്കാ അവകാശം? സ്ത്രീക്കാ. സ്ത്രീയുടെ ശരീരത്തിന്മേൽ പുരുഷന എന്നും പറഞ്ഞ് ചേട്ടന്മാര് എനിക്കാടി അവകാശം നമ്മുടെ ബ്രദറെ ക്ലാസ് എടുത്ത്, അതുകൊണ്ട് ഇന്നു മുതൽ എന്ത് തോന്നിയാസം കാണിക്കാന്ന് പറഞ്ഞ് പോയേക്കരുത്. ദാമ്പത്യ ജീവിതം മനോഹരമാകുന്നത് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ രണ്ടുപേരും കൂടെ ചെന്ന് സന്തോഷപ്രദമായ രീതിയിൽ ഒരു കൂട്ടായ്മയായിരുന്നു കൊണ്ട് തീരുമാനമെടുക്കുമ്പോഴാണ് അവിടെയാണ് ആനന്ദമുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ പവിത്രമായിട്ട് കാണണം, പവിത്രമായിട്ട് കാണണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പ്രകാരം നമ്മുടെ ശരീരത്തിലെ വ്യാപാരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഒന്ന് കണ്ണടയ്ക്കാം, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കണ്ണടയ്ക്കുക എല്ലാവരും, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ശരീരത്തിന്റെ വിശുദ്ധി വളരെ വലുതാണ്. ഇതിവിടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത് മക്കളോടും പറഞ്ഞു കൊടുക്കണം. എൻ്റെ മോളെ, നിന്റെ ശരീരം പവിത്രമാണ്. ഇതൊരു വ്യക്തിക്ക് വേണ്ടി ദൈവം കൊടുത്ത് നിനക്ക് പോലും അവകാശമില്ല. എൻ്റെ മകനെ, നിന്റെ ശരീരം പവിത്രമാണ്, അതുകൊണ്ട് ഇതിൻ്റെ മേൽ ആർക്കും അവകാശമില്ല. ഇത് ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇതിൻ്റെ മേൽ അവകാശമുള്ളൂ, വേറെ ആർക്കുമില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിലൊന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹാലലിയ, ഹാലലിയ. വാ തുറന്ന് സ്വരമുയർത്തി ഹാലലിയ, ഹാലലിയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹാലലിയ, ഹാലലിയ, ഹാലലിയ. ലംഘിക്കുമ്പോഴത് വരുന്നത്. ഒന്ന് വായിച്ച് പ്രഭാഷകൻ ഇനി ബാക്കി വായിക്കാം. 23 താട്ട് വായിക്കാം. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. അവൻ ഉള്ളിലൂടെ പറയുന്നു, ആരാണ് എന്നെ കാണുക? ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കണ്ടോ? പാപം ചെയ്യുന്നവരെ, ജഡിക പാപം ചെയ്യുന്നവരെ മനോഭാവം ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ. ഇരുട്ട് എനിക്ക് മറയാണ്. എന്ത് മറയാ? ഇരുട്ട്. ഇപ്പൊ രാത്രിയാകാൻ കാത്തിരിക്കുക ചിലർ പാപം ചെയ്യാൻ. 2 കൂട്ടരെ രാത്രി പാപം ചെയ്യാൻ കാത്തിരിക്കുക. ഒന്ന് വ്യഭിചാരം ചെയ്യുന്നവരും മോഷ്ടിക്കുന്നവരും. ഇവർക്ക് 2 പേർക്ക് രാത്രി വലിയ ഇഷ്ടമാണ്. തിരുവചനം പറയുന്നു, ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ലോഡ്ജിന്റെ ഭിത്തി, വീട്ടിന്റെ ഭിത്തി, ഓഫീസിന്റെ ഭിത്തി. ഓഫീസിലൊക്കെ അങ്ങനെയാ. ചിലപ്പോഴും ജോലി കിട്ടാൻ, എല്ലാ ഓഫീസിലും കാര്യമല്ല ഞാൻ പറഞ്ഞ കേട്ടോ. ജോലി കിട്ടണം, അല്ലെങ്കിൽ ജോലിയിൽ തുടർന്ന് പോകണം. ഓഫീസർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്, വീട്ടിൽ ഭാര്യയൊക്കെ ഉണ്ട്, പക്ഷേ ജോലിക്ക് വന്നിരിക്കുന്ന പെണ്ണുമായിട്ടാണ് പാപകരമായ ബന്ധം. ശാരീരികമായ ഒരു ബന്ധമില്ല, പക്ഷേ സ്പർശനത്തിലൂടെയും ചുംബനത്തിലൂടെയൊക്കെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയും, നിനക്കിപ്പോൾ ശമ്പളം കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഞാൻ കൂട്ടിത്തരാം. അവിടെ വിചാരിക്കും വീട്ടിൽ വളരെ ദാരിദ്ര്യമല്ലേ, എന്നാൽ പിന്നെ കുറച്ചുകൂടി ഇരുന്നോട്ടെന്ന് വിചാരിക്കും. കൂട്ടിക്കൊടുക്കാം. കാശ് കിട്ടാൻ വേണ്ടിയിട്ട് പെണ്ണ് നിന്നും കൊടുക്കും, ഒരു കുഴപ്പമില്ല പാപം ചെയ്യുന്നതിന്. ചില ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയാണോ ഭർത്താവാണോ ഇവർ തമ്മിൽ, ഭാര്യയും ഭർത്താവാണോ എന്ന് പോലും തോന്നുന്ന രീതിയിലാണ് പലരെയും പെരുമാറ്റം. സ്കൂളുകളിൽ ഞാൻ ഒരിക്കലും ടീച്ചർമാർക്ക് വേണ്ടി ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ 2 പുരുഷന്മാർ കൊണ്ട് ബാക്കിയെല്ലാം ലേഡീസാണ്, പെൺകുട്ടികളാണ്. അപ്പൊ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്നെ ക്ലാസ്സിന് വിളിച്ചപ്പോൾ 3 ദിവസം ധ്യാനമാണ്, അവസാന ദിവസമാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ എന്താ അവിടെ ചെന്ന് പറയേണ്ടത്? അപ്പൊ കർത്താവ് പറഞ്ഞു, വിശുദ്ധീകരണത്തെ കുറിച്ച് പറയണം. അപ്പൊ എന്റെ മനസ്സിൽ ചിന്ത വന്നു, വിശുദ്ധീകരണത്തെ കുറിച്ച് പറയണമെങ്കിൽ
ഇത് ധ്യാനം തീരാൻ പോകുന്ന അവസാന ക്ലാസ്സാണ്. പിന്നെ ഇപ്പൊ വിശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതുവരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞു കാണുമല്ലോ. ഞാൻ വീണ്ടും പറയുമ്പോൾ അത് റിപ്പീറ്റേഷൻ ആകത്തില്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിൽ ശക്തമായ പ്രേരണ കിട്ടിയ ഞാനവിടെ ചെന്ന് നിന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ആലയത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇവിടെ ഇരിക്കുന്നതിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വന്ന് ജോലി ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് 2-3 ടീച്ചർമാരൊന്ന് ചിരിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. പിന്നെയാണ് കാര്യം പിടികിട്ടിയത്. ഈ 2 ആണുങ്ങളുമായിട്ട് അധ്യാപകരുമായിട്ട് ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബന്ധമാണ്. അപ്പം ഇവർക്ക് ഭർത്താക്കന്മാരുണ്ട്, പക്ഷേ അവരുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. ഇവരെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ജോലിക്ക് പോകാനാണ്. കാരണം അവിടെ സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ഈ ടീച്ചർമാരുമൊക്കെ ആയിട്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശൃംഖരിച്ച് ഒരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 10-25 മറ്റ് പെൺകുട്ടികൾക്ക് ഈ 2 പേരും കൂടി ഇങ്ങനെ പങ്കുവെച്ച് സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുക. ഇതേ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതവിടെ മൊത്തം പാട്ടാ. ഇതാ അവസ്ഥ. ഞാൻ ചിന്തിച്ചു പോയി, ദൈവമേ എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. കരഞ്ഞും കൊണ്ട് എഴുന്നേറ്റ് പോകേണ്ടി വന്നു. അവസാനം കരഞ്ഞും കൊണ്ട് എഴുന്നേറ്റ് പോകേണ്ടി വന്നു. ഞാനല്ല, അവര്. നമ്മൾ ചിന്തിക്കണം, ഒരു മനുഷ്യൻ പോലും നമ്മുടെ ദേഹത്ത് പാപകരമായിട്ട് തൊടാൻ നമ്മൾ സമ്മതിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധരെല്ലാം അപ്രകാരം ജീവിച്ചവരാ. ഇന്നും പറ്റും, ഇന്നും പറ്റും. പണത്തിനു വേണ്ടി, ചുരിദാറിന് വേണ്ടി പോലും ശരീരം കൊടുക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. മയക്കുമരുന്നിന് വേണ്ടി ശരീരം കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ആൺകുട്ടികളെ. നമുക്ക് പറ്റും നമ്മുടെ ശരീരത്തെ വിശുദ്ധി സൂക്ഷിക്കാൻ. അതുകൊണ്ട് എവിടെ ജോലി കിട്ടുക, ചിലത്തേക്ക് ഇന്റർവ്യൂവിന്റെ പേരും പറഞ്ഞ് ആൾക്കാരെ കൊണ്ടുപോയി പല പരിപാടിയിലേക്കാ. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാ ഇല്ലേ, ഒരു പെൺകുട്ടിയെ സീരിയലിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവസാനം അവളുടെ ഇഷ്ടം പൂർത്തിയായി. കാരണം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ക്യാമറയുടെ മുമ്പിൽ തല കാണണമെന്നുള്ളത്. ടി-വിയിൽ പടം വരണം. എൻ്റെ ടി-വിയിൽ പടം വന്നു, പക്ഷെ അവൾക്ക് കാണാൻ പറ്റിയില്ല. നാട്ടുകാർ മൊത്തം കണ്ട്, വീട്ടുകാരും കണ്ട്. പെട്ടിക്കകത്ത് കിടക്കുന്ന പടമാണ്. സീരിയലിനെ അഭിനയിക്കാൻ പറഞ്ഞ് കൊണ്ടുപോയതാ പെണ്ണിനെ. അവസാനം ഒരുപാട് പേര് നശിപ്പിച്ച് ഒരു ഇതായി നശിച്ച് വെണ്ണീറായി തീർന്ന് അവളെ മരിച്ചു, അവളെ കൊന്നു. ഈ അവസ്ഥയിൽ കൊണ്ടുവന്നു. പത്രങ്ങളിലൊക്കെ വന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ മക്കളെ എത്ര ഇപ്പൊ മൊബൈൽ ഫോണാ, ഫുള്ള് മൊബൈൽ ഫോണാ. വിളി മൊത്തം മൊബൈൽ ഫോണിൽ കൂടിയാ. ഇന്ന് നമ്മുടെ കുരിശടിയും പള്ളിയൊക്കെ ഉണ്ടല്ലോ. ഇതുപോലെ പള്ളികളല്ല ഞാൻ പറഞ്ഞത്, ഈ കൊവേന്ത പള്ളികളൊക്കെ ഇപ്പൊ പ്രേമശാലകളെ പോലെയാ. കാരണം കുമ്പസാരിക്കാൻ വേണ്ടി അച്ഛന്മാരെ സമയം ഇന്ന സമയത്ത് വരുമെന്ന് എഴുതിയിട്ടുണ്ട്. കുമ്പസാരിക്കാനെന്നും പറഞ്ഞ് ഇവിളുമാര് കയറി ചെല്ലും. ആണുങ്ങളും പെണ്ണുങ്ങളും കയറി ചെല്ലും. ചെന്നിട്ട് അവിടെ ഇരുന്ന് കുമ്പസാരിക്കാൻ വരുന്നതല്ല, ലവ് ലെറ്റർ കൈമാറില്ല പരിപാടി. ചില പറയുന്നത് ഇന്ന കുരിശടി വന്നാൽ നമുക്ക് ഒരുമിച്ച് കാണാം. കുരിശടികൾ തന്നിരിക്കുന്നതും ദേവാലയം തന്നിരിക്കുന്നതും വിശുദ്ധമായ സ്ഥലമാണ്. അവിടെ അശുദ്ധിയുമായിട്ട് നീ പോയിട്ടുണ്ടോ? വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം കാണുന്നുണ്ടോ? വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം കാണുന്നുണ്ടോ? നാം തിരിച്ചറിയണം. എത്ര പേരാ ഇതുപോലെ കുരിശടികളും പള്ളികളും ഒക്കെ പ്രേമസ്ഥലങ്ങളാക്കി എടുത്തിരിക്കുന്നത്. ചില പള്ളി വരുന്ന തന്നെ പ്രേമിക്കാൻ വേണ്ടിയാ. പള്ളി വരുന്ന തന്നെ ഒരിക്കലും ഒരു ഇടവകയിൽ ചെന്നപ്പോൾ കണ്ടതാ. കുർബാന നടക്കുന്നു, സങ്കീർത്തനത്തിൽ നിൽക്കുമ്പോൾ അൾത്താര ബാലന്മാര് തമ്മിലടിയാ. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ മക്കൾ ഇങ്ങനെ അടികൂടുന്നത്? ഇവിടെ നിങ്ങൾ സ്നേഹത്തോടെ നിൽക്കേണ്ടതല്ലേ? അൾത്താര ബാലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലാഖയാ. അവൻ പറയാ, ഇന്ന് ഞാനാ തട്ടം പിടിക്കേണ്ടത്, ഇന്ന് ഇവൻ തട്ടം പിടിക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ ചോദിച്ചു, അതിനിപ്പോ ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ? ഇല്ല, അതെ, എന്റെ കക്ഷി ഇപ്പോഴത്തെ കുർബാനയ്ക്കാ വന്നിരിക്കുന്നത്. കുർബാന കൊടുക്കുമ്പോഴേ അച്ഛനെ തട്ടം പിടിക്കാൻ വേണ്ടി അവന്റെ കക്ഷിയെ കാണാൻ വേണ്ടി അവൻ ചെയ്യുന്നത്. വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണമുള്ള സാധനങ്ങൾ എങ്ങനെ ഇരിക്കും? അവൻ ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുക, സ്പ്രേയൊക്കെ അടിച്ച്. ഞാൻ വരും, എന്റെ കക്ഷി ഇന്ന കുർബാനയ്ക്കാ വരുന്നത്. പള്ളി 3 കുർബാന ഉണ്ടെങ്കിൽ ഓരോരുത്തരും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം പറയണ്ട, മോനെ നീ ഈ കുർബാനയ്ക്കോ? പോത്തില്ല, ഞാൻ ഇന്ന കുർബാനയ്ക്കേ പോത്തില്ല. ജന്മം ചെയ്ത ആ കുർബാനയ്ക്കാൻ പോത്തില്ല, മറ്റേ കുർബാനയ്ക്കേ പോത്തില്ല. കാരണം അതിനകത്ത് നമ്മുടെ ആളിരിപ്പുണ്ട്. ഇതവന്റെ പരിപാടി. ചില പാട്ടുകാരെ പരിപാടിയുണ്ട്, അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എന്നാണ് നാഥ നീ വരിക, എൻ ജീവിതത്തിൽ ഒന്ന് നാഥ. അപ്പൊ നാഥം വരാൻ വേണ്ടി കാത്തിരിക്കുക ജീവിതത്തിലേക്ക്. ഇത് വചനമാണ്, ഇത് വചനപ്രകാരം എഴുതിയതാ. പക്ഷേ ചില വ്യക്തികൾ കുത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇത് പ്രേമശാലകൾ പോലെ പല സ്ഥലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടോ? അനുദപിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ചില ട്യൂഷൻ മാസ്റ്റർമാരുണ്ട്, ഇവിടുത്തെ കാര്യമൊന്നും അല്ല പറഞ്ഞ, ഞാൻ അന്റാർട്ടിക്കയിലെ കാര്യമൊക്കെ ഇടയ്ക്ക് പറയും കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നിയിരിക്കരുത് കേട്ടോ. അവരെ പരിപാടി ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടികളുമായിട്ടുള്ള പാപപ്രവൃത്തികളാണ്. കാരണം ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഇവിടെ വരെയുള്ള പാവാടേ ഉള്ളൂ. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ഇതിനൊക്കെയുള്ള പാവാടായിട്ടുണ്ടാണ് വരുന്നത്. പിന്നെ അവിടെ നിന്നുകൊണ്ട് പരിപാടികളാണ് പലതും, പലവിധ വിക്രിയകളാണ് കാണിച്ചു കൂട്ടുന്നത്. ജഡികമായ ബന്ധനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഉപേക്ഷിക്കണം. ഇനി ജഡികമായ പാപത്തിന്റെ മറ്റു ചില വശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ചികിത്സ കൊടുക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരാകട്ടെ, നേഴ്സുമാരാകട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു രോഗിയുടെ അവയവത്തിൽ പാപകരമായി നിങ്ങൾ സ്പർശിച്ചിട്ടുണ്ടോ? ഇപ്പൊ നേഴ്സാകുമ്പോൾ ഡോക്ടറാകുമ്പോൾ ശരീരത്തിൽ തൊട്ടേ പറ്റൂ. പക്ഷെ അത് ജഡിക ആഗ്രഹത്തോടു കൂടിയാണോ? ചില വ്യക്തികളുണ്ട്. പ്രായമുള്ള ഒരു അപ്പച്ചന്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. ആ അപ്പച്ചന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് നേഴ്സ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ വരുമെന്ന് അപ്പച്ചൻ അറിയാം. അപ്പൊ 3:55 ആകുമ്പോൾ അപ്പച്ചൻ മാച്ചും കെട്ടിയാ കിടക്കുന്നത്. എന്നിട്ട് പറയും, അമ്മച്ചിയെടുത്ത് പറയും, നീ പോയി ചായ മേടിച്ചോണ്ട് വന്നേ. അപ്പൊ അമ്മച്ചി ചായ മേടിക്കാൻ താഴെ പോകണം. അപ്പച്ചൻ 3ാമത്തെ നില കിടക്കുക. അപ്പൊ അമ്മച്ചി ചായ മേടിക്കാൻ പോകുന്ന നേരത്തിന് 4 മണിയാകുമ്പോൾ കൃത്യം നേഴ്സ് വരും. പിന്നെ പറയും, മോളെ അമ്മച്ചി അങ്ങോട്ടേ ചായ മേടിക്കാനായിട്ട് പോയി, മുതുവിന് ഭയങ്കര വേദന, ഒന്ന് എഴുന്നേപ്പിച്ചിരുത്തുവോ, ഒന്ന് തിരുമുവോ? ഇതവസ്ഥ. ബൈബിളിൽ കിടപ്പുണ്ട് ഇതിന്റെയൊക്കെ വചനങ്ങൾ. പ്രൈസലോ നക്ഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇത് കാരണം അമ്മച്ചിക്ക് പിന്നെ പേടി, അമ്മച്ചിക്ക് ഭയങ്കര സംശയ. ഇങ്ങനെ ഈ പരുവത്തിൽ പോയി എപ്പോഴെങ്കിലും അമ്മച്ചി കണ്ടാൽ പറയും, മരുമക്കളെ പോലും വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല, മക്കളെ പോലും വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല, വേലി തന്നെ വിളവ് നിന്നുകൊണ്ടിരിക്കുക. ഒരവസ്ഥയില്ല, ദയനീയ അവസ്ഥയാ. തിരിച്ചു വന്നേ പറ്റൂ. പ്രൈസലോ സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒന്ന് കൈയ്യർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്, മരണം വരെ പിന്മാറത്തില്ല. അപ്പൊ അതിനു മുമ്പ് ഈ ജഡിക ബന്ധനം വിട്ടുപോയേ പറ്റൂ. പ്രൈസലോ സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് നമ്മൾ കാണുന്ന 4 മേഖലകൾ ഇതിനകത്തുണ്ട്. ഒന്ന് സ്വയംഭോഗം, മറ്റൊന്ന് സ്വവർഗഭോഗം, മറ്റൊന്ന് മൃഗങ്ങളുമായിട്ടുള്ള ഭോഗം, മറ്റ് പരസ്ത്രീ പുരുഷ ബന്ധങ്ങൾ. ഇനി കത്തോലിക്ക സഭ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ അറിയണം. ഇത് സഭയുടെ വളരെ വ്യക്തമായ പഠനമാണ്. കാറ്റിസോത്തയ്ക്ക് അതിൽ ചർച്ച 23:51. ലൈംഗിക സുഖത്തിന് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹമോ അല്ലെങ്കിൽ അതിന്റെ അനിയന്ത്രിതമായ ആസ്വാദനമോ ആണ് മോഹഭാവം. ലൈംഗിക സുഖത്തെ അതിന്റെ ലക്ഷ്യങ്ങളായ പ്രജനനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും വേർതിരിച്ച് സന്തോഷത്തിന് വേണ്ടി മാത്രം തേടുമ്പോൾ അത് ധാർമ്മികമായ ക്രമം തെറ്റിയാകുന്നു. ഇതിനർത്ഥം കല്യാണം കഴിക്കുന്നത് എന്റെ ജഡിക താല്പര്യത്തെ അടക്കി നിർത്താനായിട്ടാണെങ്കിൽ അത് പരാജയമാണ്. അങ്ങനെയുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും ജീവിത പങ്കാളിയുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു പുരുഷനും സ്ത്രീയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിത പങ്കാളിക്ക് താല്പര്യമുള്ള സമയം എപ്പോഴാണ് തിരിച്ചറിയുകയും പരിപൂർണമായും സ്നേഹത്തിലും ഐക്യത്തിലും കൊണ്ടാണ് ദാമ്പത്യധർമ്മം നിറവേറ്റേണ്ടത്. ഒരാൾക്ക് വെറുപ്പോടുകൂടി ആണെങ്കിൽ അത് മൃഗീയ ബന്ധനമാണ്, അത് ബലാത്സംഗത്തിന് തുല്യമായ കുറ്റമാണ്. പ്രൈസലോ സ്വർഗ്ഗത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. കാരണം ഒരു വ്യക്തിയുടെ, ഇപ്പൊ പുരുഷന്റെ ഇഷ്ടത്തിനോ സ്ത്രീയുടെ ഇഷ്ടത്തിനോ വേണ്ടിയിട്ട് ജീവിത പങ്കാളി വലിച്ചിഴക്കുകയാണെങ്കിൽ അത് പാപകരമായ അവസ്ഥയാണ്. മറ്റൊന്ന് മദ്യപിച്ചും കൊണ്ടോ പുകവലിച്ചും കൊണ്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചും കൊണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ തെറ്റാണത്. വീണ്ടും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു, കാറ്റിസോത്ത കാത്തലിക് ചർച്ച് 23:96. അതിനാൽ സ്വയംഭോഗം, സ്വവർഗഭോഗം, അവിഹിത വേഴ്ച, അശ്ലീല കല എന്നിവ ശുദ്ധതയ്ക്കെതിരായ വലിയ തെറ്റുകളാണ്. ഈ അശ്ലീല കല എന്ന് വെച്ചാൽ അർത്ഥം സിനിമാറ്റിക് ഡാൻസ്, ബ്രേക്ക് ഡാൻസ്, അതുപോലെ ഡാൻസുകൾ, നൃത്തങ്ങളൊക്കെയാണ്. ഇത് അശ്ലീല കലയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ഇത് വ്യാപിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ ഇത്രയുള്ള പാവാട ഇട്ട് പിള്ളേർ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു പെണ്ണ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പച്ചനെ കാണാൻ പറ്റത്തില്ലേ? കാണാൻ പറ്റും. ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ വായിക്കിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കൊള്ളാവല്ലോ ഡാൻസ്. ഇവിടെ എന്നാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിനെയാണ് സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് അശ്ലീല കല. അതുകൊണ്ട് കലാപരമായ കാര്യം നല്ലതാണ്, പക്ഷേ അശ്ലീലങ്ങളുടെ ചുവയുള്ള കലയുണ്ടോ അത് ഉപേക്ഷിക്കണം എന്നും വ്യഭിചാരം, വിവാഹമോചനം, ബഹുഭാര്യത്വം, ഒരുപാട് ഭാര്യമാര് എന്നിവ വിവാഹ അന്തസ്സിന് നിരക്കാത്ത ഗൗരവമേറിയ പാപങ്ങളാണെന്ന് സഭ പഠിപ്പിക്കുന്നു. കാറ്റിസോത്ത കാത്തലിക് ചർച്ച് 23:97, 24:00. മറ്റൊന്നാണ് ബലാത്സംഗം.
നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബലാത്സംഗത്തെക്കുറിച്ച്. അപ്പോൾ ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ, എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു വ്യക്തി അനുവാദമില്ലാതെ, ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്, 2 വയസ്സുള്ള ഒരു കൊച്ചിനെ ഒരു പുരുഷൻ നശിപ്പിച്ചു. അവൻ ഇതായിരുന്നു സ്ഥിര സ്വഭാവം. 1000-ൽ ഒരാൾക്ക് ശവത്തോട് പോലും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള പ്രേരണ ഉണ്ടാകുന്നു എന്നാ പറയുക. ഇതെന്താ കാര്യം എന്നറിയാമോ? ഇതിന് നമ്മൾ എത്ര വിധി കൽപ്പിച്ചിട്ടും കാര്യമില്ല. ഇതൊരു വ്യഭിചാര ദുർഭൂതമാണ്, വ്യഭിചാര ആസക്തിയാണ്. അത് മാറണമെങ്കിൽ അഗ്നി വന്ന് ദഹിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ആര് വന്ന് ദഹിപ്പിക്കണം? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? എൻ്റെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഉള്ളെന്താണെന്ന് അറിയണം. ഇത് പരിശുദ്ധാത്മാലയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനിരുന്ന് കുത്തിയിരുന്ന് മെനക്കെട്ട് മുട്ടുമേൽ നിന്ന് കൈവിരിച്ചൊക്കെ പ്രാർത്ഥിച്ചാൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധി പറഞ്ഞു ഹല്ലേലൂയ. കാര്യം ഇത് ചെയ്ത ചെറുപ്പക്കാരനെ സംബന്ധിച്ച്, അവന് 23-24 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചോളം കുഞ്ഞുനാൾ മുതൽ ചിലപ്പോൾ ദുരുപയോഗിക്കപ്പെട്ട് കാണും. ഇന്റർനെറ്റിനകത്തൊക്കെ ഒരുപാട് മ്ലേച്ഛ പടങ്ങളുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കും. ഒരു കുട്ടി പറഞ്ഞതാ, 5 വയസ്സായിരിക്കുമ്പോൾ, അതിപ്പോൾ നല്ല പ്രായമുണ്ട്, 7 ക്ലാസ്സിൽ പഠിക്കുക. അവൻ പറഞ്ഞത് 5 വയസ്സുള്ള സമയത്ത്, 1-ാം ക്ലാസ്സിൽ പഠിക്കുക, ആ സമയത്ത് സൈക്കിളിനെ കാറ്റടിക്കാൻ പോയതാ. അപ്പോൾ അയാൾ പിടിച്ച് പാവം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവസാനം എന്ത് പറ്റി? മുറിവോടെ കിടക്കുക. ഇത് വെച്ചും കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ കുട്ടികൾ നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശുദ്ധീകരണം സംഭവിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അവസരം കൊടുക്കണം. അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തരും ഉപയോഗിക്കുന്ന അവസരങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടേ പറ്റൂ. അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് അതുമായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ട് ഓരോ വ്യക്തിയും, നിങ്ങളുടെ കുട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ കയ്യിൽ ഈ നോട്ട് ബുക്കിന്റെ പൊതിയിലും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പടം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ ആയിരിക്കും. അതൊക്കെ ഉപേക്ഷിക്കാൻ പറയണം. ടിവിയും അതുപോലെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നോക്കണം. ഏത് വെബ്സൈറ്റ് എടുത്താൽ അല്ലെങ്കിൽ ഏത് ചാനൽ എടുത്താൽ ഇവരെന്ത് ചെയ്യും? അപ്പം വരുമ്പോഴെല്ലാം മോൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പം പോയി കഴിയുമ്പോഴെല്ലാം അവൻ വേറെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാ അവസ്ഥ പലയിടത്ത്. ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. ബലാത്സംഗത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബലാത്സംഗം നീതിയുടെയും സ്നേഹത്തിന്റെയും ലംഘനമാണ്. ഏതൊരു വ്യക്തിക്കും അവകാശപ്പെട്ടിരിക്കുന്ന ആദരവ്, സ്വാതന്ത്ര്യം, ശാരീരികവും ധാർമ്മികവുമായ മഹത്വം എന്നിവയെ ബലാത്സംഗം ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. അതിനിരയായിത്തീരുന്ന വ്യക്തികൾ അത് ആജീവനാന്തം നീണ്ടു നിൽക്കുന്ന ആഘാതം സൃഷ്ടിക്കുന്നു. കുട്ടികളെ മാതാപിതാക്കൾ ബലാത്സംഗം ചെയ്യുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നവർ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതും കൂടുതൽ ഗൗരവകരമായ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്. കുട്ടികളെ മാതാപിതാക്കളെ ബലാത്സംഗം ചെയ്യുക, അനാഥശാല നടത്തുന്നവര്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നവര് നല്ലതാണ്. ഒരുപാട് ആത്മാക്കൾ രക്ഷിക്കാൻ വേണ്ടി, കുട്ടികളെ സഹായിക്കാൻ വേണ്ടി. പക്ഷേ അവിടെയുള്ള കുട്ടികളെ നീ നശിപ്പിക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന കുട്ടികളെ, പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തിയെ, മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തികളെ നശിപ്പിക്കുന്നുണ്ടോ? അനുദപിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ജഡികമായ അവസ്ഥയോടുകൂടി കാണുന്നുണ്ടോ ആരെയും? ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. ഒന്ന്, സ്വയംഭോഗ പാപം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 15 വായിക്കാം. വളരെ വ്യക്തമായ സൗഖ്യത്തിന്റെ ഒരു മേഖല കൂടി ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണത്. നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെന്ന് പറയുകയാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്രിസ്തുവിന്റെ അവയവമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? സ്വയംഭോഗം ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം സ്വന്തം അവയവങ്ങളെ ഉത്തേജിപ്പിച്ച് സ്വന്തം ജഡിക താല്പര്യങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുക. ഇതിന് ചില വ്യക്തികൾ പറയും, മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കും. മനഃശാസ്ത്രം പറയും സ്വയംഭോഗമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം മറ്റ് ലൈംഗികമായ ആസക്തികൾ ഉണ്ടാകത്തില്ല, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായത്. പക്ഷെ കത്തോലിക്കത വ്യക്തമായിട്ട് നമ്മൾ വായിച്ചതാണ്, പഠിപ്പിച്ചതാണ്, സ്വയംഭോഗം പാപമാണ്. സ്വയംഭോഗം പാപമാണ്. സ്വന്തം ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് ലൈംഗിക അവയവമായിരിക്കാം, മറ്റേത് അവയവമായിരിക്കാം, ഈ അവയവങ്ങൾ ഉത്തേജിപ്പിച്ച് സുഖിക്കുന്നുണ്ടെങ്കിൽ അത് പാപമാണ്. മറ്റൊരു കാര്യമുള്ളത്, ദൈവം നൽകിയിരിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ആ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന് പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗിക അവയവത്തിന്റെ മോഡലുകൾ കടകളിൽ മേടിക്കാൻ കിട്ടും. ഇത് കൊണ്ടുവന്നിട്ട് സ്ത്രീ പുരുഷന്റെ ലൈംഗിക അവയവം കടയിൽ നിന്ന് മേടിക്കുന്നു, അതിന്റെ മോഡല്. പുരുഷന് സ്ത്രീയുടെ ലൈംഗികം കടയിൽ നിന്ന് മേടിക്കുന്നു, കൊണ്ടുവന്നിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുക. വളരെ മ്ലേച്ഛകരമായ കാര്യമാണ്.
ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ. സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന വേറൊരു കുഴപ്പം, അവരെ മാനസിക നില കുറച്ച് തകർന്നുകൊണ്ടിരിക്കും. അത് കാരണം അവർ മയക്കുമരുന്നിനും മറ്റ് അടിമത്തങ്ങളിലേക്കും പോകാൻ തുടങ്ങും. യഥാർത്ഥമായ ദാമ്പത്യ ബന്ധത്തിൽ അവർക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റുകയില്ല. കാരണം അവർക്ക് ഇപ്രകാരമുള്ള സുഖലോലുപതയിലായിരുന്നത് കൊണ്ട്, സുഖം കണ്ടെത്തിയത് കൊണ്ട് മറ്റൊരു ദാമ്പത്യ ധർമ്മത്തിന് അവർക്ക് താല്പര്യം കാണണമെന്നില്ല. അതുകൊണ്ട് ഓരോ പുരുഷനും സ്ത്രീ, ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. അപ്പൊ എന്റെ ഭർത്താവിന് അങ്ങനെ താല്പര്യമൊന്നുമില്ല, എന്റെ ഭാര്യയ്ക്ക് താല്പര്യമൊന്നുമില്ല, ചിലപ്പോൾ ഇനി അവർക്കിത് ഉണ്ടാവുമോ, അങ്ങനെ ചിന്തിക്കാനല്ല കേട്ടോ. പ്രീസലോ സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിലുണ്ടെങ്കിൽ അതെടുത്ത് കളയുക. നമ്മിലുണ്ടോ എടുത്ത് കളയുക. ഇതുമൂലം വന്നിട്ടുണ്ടോ ചിന്തിക്കണം, അനുദപിച്ച് പ്രാർത്ഥിക്കണം. ഒന്ന് കയ്യുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് സ്വയംഭോഗ ഭാവങ്ങളെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള തിന്മകളെ ഒന്നും തന്നെ നമ്മൾ വെച്ചിരിക്കാനായിട്ട് പാടില്ല. മറ്റൊരു കാര്യമാണ് സ്വവർഗ പ്രേമം. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രേമം, അതൊരു പാവമാണ്. ചിലരൊക്കെ പറയുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു ബന്ധനമാണ്. അവർക്ക് സ്കൂൾ ഒരു സ്ഥലത്ത് പഠിച്ചു, ഇപ്പൊ കോളേജിലേക്ക് മാറിയപ്പോൾ ഒരു കോളേജിൽ തന്നെ പഠിക്കണം. വേർപിരിയാൻ പറ്റുന്നില്ല, ബന്ധം വേർപിരിയാൻ പറ്റുന്നില്ല. അങ്ങനെ ബന്ധം വേർപിരിയാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒരു കാര്യം അവർ ചെയ്യുന്നത്, കൂട്ടുകാരിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആ കൂട്ടുകാരി വേറെ ആരോടും മിണ്ടാൻ പാടില്ല. സ്വവർഗപ്രേമോ ഇത്. മറ്റൊന്ന്, സുഹൃത്തിനെ വിട്ടുപിരിയാൻ പറ്റാതിരിക്കുക. അവരുടെ വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യം എടുക്കുക. സുഹൃത്തിന്റെ വസ്ത്രങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചില മക്കള് സുഹൃത്തിന്റെ വസ്ത്രം കൊണ്ടുവന്നിട്ട് അത് എന്റെ കൂട്ടുകാരെ വസ്ത്രമാണ്, നാളെ ഇടാമെന്ന് വിചാരിച്ചു. ഇതിനകത്തൊക്കെ വലിയ കുഴപ്പം കിടപ്പുണ്ട്. കാരണം ആ വ്യക്തിയോടുള്ള സ്നേഹം, ആ വ്യക്തി വീട്ടിൽ പോയി ക്ലാസ് കഴിഞ്ഞപ്പം, പക്ഷെ ആ വ്യക്തിയുടെ ഓർമ്മ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അത് കളയാതിരിക്കാൻ വേണ്ടി ആ ഉടുപ്പൊക്കെ എടുത്ത് കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് അതിട്ടോണ്ട് നടക്കുക, ആനന്ദിക്കുക. തുറന്ന് പിന്നെ കാണാൻ സാധിക്കും അവരെ വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യം. അവർ അടുത്തില്ലാത്തപ്പോൾ, ഇത് ഹോസ്റ്റലുകളൊക്കെ സംഭവിക്കുന്നതാ. കൂട്ടുകാരി അടുത്തില്ല, അവള് ലീവിന് പോയി, വെക്കേഷന് പോയി, അത് ചെയ്യും, അവളുടെ വസ്ത്രം എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും. നിങ്ങൾ നോക്കണം. ചില പിള്ളേരെ പരിപാടി ഏതാ, മകന് 2 തലങ്ങണ വേണം കിടന്നുറങ്ങാൻ, ഒന്ന് തലയെ വെക്കാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും. അതുകൊണ്ട് ആ സ്വഭാവം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോണം കേട്ടോ. കാരണം ഇവൻ കെട്ടിപ്പിടിക്കുന്ന തലങ്ങണയാണെങ്കിലും അവൾ കെട്ടിപ്പിടിക്കുന്ന തലങ്ങണയിലാണെങ്കിലും അതിനകത്ത് ഭാവനെ കാണുന്ന വ്യക്തി വേറെ ആരാണ്ടോ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. ഒന്നെങ്കിൽ തലങ്ങണ അടിയിൽ നോക്കാമെങ്കിൽ ഇത് ഫോട്ടോ കാണാൻ പറ്റും. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ ചില ചെറുപ്പക്കാർക്ക് വിഷമം ഉണ്ടാകും. അവരിന്ന് അമ്മയും അപ്പനും പോകുന്നതിനേക്കാളും മുമ്പേ അവർ വീട്ടിലെത്തിയിരിക്കും. പ്രൈസലോ എന്ന് വെച്ചത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കിടക്കുക. ഇനി എപ്പോഴും ഫോണിൽ സംസാരിക്കുക, ഇത് അവരുടെ പരിപാടി. എപ്പോൾ നോക്കിയാലും ഫോണിൽ. അവളുടെ സ്വരം കേട്ടില്ലെങ്കിൽ അവന്റെ സ്വരം കേട്ടില്ല, സ്വവർഗ പ്രേമം. ഇത് വീണ്ടും എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് പെരുമാറുക. അതുപോലെ തന്നെ ഇതിനകത്ത് പെടുന്നതാണ് സ്വവർഗ ഭോഗത്തിലേക്ക് പോകും. അതിന് ഇപ്പോഴും പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീയും തമ്മിൽ കല്യാണം കഴിക്കാൻ തുടങ്ങി, അവയവ മാറ്റം നടത്തുക. എറണാകുളത്തുള്ള ചില ആശുപത്രികളിലൊക്കെ ഇത് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. കത്തോലിക്കാ സഭയുടെ വ്യക്തമായ പഠനം അനുസരിച്ച് ഒരു കാലത്തും നമ്മൾ നമ്മുടെ അവയവങ്ങളെ മാറ്റാൻ പാടില്ലാത്തതാണ്. പ്രൈസലോ. അവയവദാനം നല്ലതാണ്, അത് നന്മയായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ. ഇല്ലെങ്കിൽ അവയവങ്ങളെ മാറ്റാൻ പാടില്ല. ഇപ്പൊ ക്ലോണിങ് പോലും സഭ നിരോധിക്കാൻ കാരണം ടെസ്റ്റ് ട്യൂബ് ശിശു പാടില്ല. കാരണം ഒരു വ്യക്തിയുടെ അമ്മയുടെ ഉദരത്തിൽ അത് ഉരുവാകേണ്ട ഒരു രീതി കർത്താവ് ഒരുക്കിയിട്ട് ആ രീതിയിലുള്ള മാത്രമേ കൊച്ചുണ്ടാകാവുള്ളൂ. വേറെ ഒരു രീതിയും പാടില്ലാത്തതാ. പ്രൈസലോ. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തമായ സഭയ്ക്ക് പഠനമുണ്ട്. അസത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും കാറ്റിസോത്തെ കാത്തലിക് ചർച്ച് അതുപോലെ പുസ്തകങ്ങൾ പുറത്തു വരാത്തതിന്റെ കാരണം അതാ. കാരണം ഇത് മനുഷ്യന്റെ ജീവൻ അത്രയും വില ദൈവം കൽപ്പിക്കുന്നുണ്ട്, അത്രയും വില കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ നശിക്കാൻ പാടില്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അവയവ മാറ്റം. ഇപ്പൊ പുരുഷനും കല്യാണം കഴിച്ചു. ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന സ്ത്രീയും തമ്മിൽ കല്യാണം കഴിച്ചു. അപ്പോൾ ഒരു സ്ത്രീ പോയിട്ട് ഹോർമോണുകൾ മാറ്റി കുത്തിവെച്ചു. പുരുഷന്റെ പോലെ അവളുടെ സ്വഭാവമായി. ലൈംഗിക അവയവങ്ങൾക്ക് ഒരുവിധം. ഇതിന്റെ ഒരു ഡോക്ടർ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ഡോക്ടർ പറഞ്ഞു, എത്രമാത്രം അവയവങ്ങൾ മാറ്റിവെച്ചാലും ദൈവം വെച്ചതുപോലെ ആകില്ല. പ്രൈസലോ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. ദൈവം എന്ത് കൃത്യമായിട്ടാണ് ഇതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നില്ലേ. കണ്ണിന്റെ അടുത്ത്, കാലിന്റെ അടുത്ത്, മൂക്കിന്റെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ പിന്നെ മൂക്ക് ഇവിടെ വെച്ചാൽ എങ്ങനെ ഇരിക്കും?
കണ്ണ് ഇവിടെ വെച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? ബാക്കിയെല്ലാം എങ്ങനെയാണെങ്കിൽ, ഓരോ അവയവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ, ഇത് കണ്ടും കൊണ്ട് തിന്നാൻ, ശ്വസിക്കാൻ, കേൾക്കാൻ എല്ലാം കൃത്യമായ രീതിയിൽ ദൈവം മെനയുകയാണ്. പക്ഷെ മനുഷ്യൻ അതിനെ വെട്ടിമാറ്റി അവൻ ഇഷ്ടമുള്ള, അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് സർജറി പോലും ദൈവത്തിന് വിരുദ്ധമായൊരു കാര്യമാണ്. അപകടം പറ്റി, കുഴപ്പമില്ല, പ്ലാസ്റ്റിക് സർജറി ചെയ്തോ, അതിന് ഷേപ്പ് ശരിയാക്കി എടുക്കുക, അത് ഓപ്പറേഷന്റെ ഭാഗമാണ്. പക്ഷെ നിന്റെ സൗന്ദര്യ ശരീരം പറഞ്ഞ് നീ ബ്യൂട്ടി പാർലറിൽ പോയി നല്ല മാലാഖ പോലുള്ള കൊച്ച തിരിച്ചിറങ്ങുമ്പോൾ 2 വശത്തും കൊമ്പുമായിട്ടാണ് വരുന്നത്, വെച്ചും കൊണ്ടാണ് വരുന്നത്. ഇപ്പൊ കൊള്ളാവോ? ഇതവസ്ഥ. ഉപേക്ഷിക്കണം നമ്മൾ. ദൈവത്തിന്റെ രൂപവും സാദൃശ്യത്തിലും ചായ സൃഷ്ടിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ആ രൂപത്തിൽ ഒരിക്കലും കൈകടത്താൻ നിനക്ക് അവകാശമില്ല. അതുകൊണ്ട് സ്വവർഗഭോഗ പാപബന്ധനങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സോദോം ഗൊമോറ നശിച്ചു. ലേവ്യരുടെ പുസ്തകം എടുക്കാം നമുക്ക്. 18-ാം അധ്യായം അതിന്റെ 22 സ്വവർഗഭോഗം എന്ന് വെച്ചാൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പാപമാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പാപമാണ്. പുരുഷനും തമ്മിൽ പാപം ചെയ്യാറുണ്ടോ? നിരവധി ഹോസ്റ്റലുകളൊക്കെ, ഞാൻ തീർത്ത് പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളെ ഒരിക്കലും നിങ്ങൾ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കരുത്. കാരണം ഞാൻ ഹോസ്റ്റലുകൾക്ക് എതിരായിട്ട് പറയുകയല്ല. ഹോസ്റ്റലുകളിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പന്റെ അമ്മയുടെ സ്നേഹം കണ്ട കുട്ടിയാണ്. ആ കുട്ടി അത് കിട്ടി തന്നെ വളരണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. അപ്പന്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരേണ്ട കുട്ടി ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ ആരെ സ്നേഹം കിട്ടും? അവർക്ക് കൂട്ടുകാരെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കും. അപ്പോൾ കൂട്ടുകാരായി അവരുടെ കൂടെ ഈ കൂട്ടുകാരെ വേർപിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അതുകൊണ്ട് അവിടെ പുരുഷനും സ്ത്രീയും തമ്മിൽ റാഗിങ് ഉണ്ടാകുന്നുണ്ട്. നിരവധി കുട്ടികളെ ഹോസ്റ്റലിൽ വെച്ച് നേരത്തെയുള്ള ബാച്ചുകാര് പീഡിപ്പിച്ചത് കൊണ്ട്, ലൈംഗികമായി ചൂഷണം ചെയ്തത് കൊണ്ട് പിന്നെ വരുന്നവരെ ഓരോരുത്തർ ഇങ്ങനെ പാരമ്പര്യം പോലെ മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. നഗ്നമായിട്ട് നടത്തിക്കുക, നഗ്നമായ പാപങ്ങൾ ചെയ്യിക്കുക, തെറ്റായ പാപങ്ങൾ ഏർപ്പെടുത്തുക. സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പൈശാചികമായൊരവസ്ഥയാണ്. ചിലപ്പോഴൊക്കെ ധ്യാനിക്കാൻ വരുന്ന ചില പിള്ളേരെ ഈ പൈശാചിക അവസ്ഥ കണ്ടിട്ട് ഞാൻ മുട്ടുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുന്നപ്പോൾ ഒരു കുട്ടി കൈ ഉയർത്തിപ്പിടിച്ച് നിലവിളിക്കുക ചാപ്പലിരുന്ന്. 6-ാം പ്രമാണം കഴിഞ്ഞപ്പോൾ അനുതാപം ഉണ്ടായി. ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് വല്ല അസ്വസ്ഥ ഉണ്ടായ? നമ്മളിപ്പോൾ ധ്യാനം കൂടുമ്പോൾ ആരെങ്കിലും അനുദപിക്കാൻ തുടങ്ങിയാണെങ്കിൽ ഭ്രാന്താന്നൊക്കെ പറയും. ചോദിച്ചപ്പോഴാണ് ആ കുട്ടി പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഞാനിവിടെ ഈ സ്ഥാപനത്തിലുള്ള നിരവധി ചെറുപ്പക്കാരെ നശിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഇവിടെയില്ല, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പേപ്പട്ടി കടിക്കുന്ന പോലെ സ്വർഗ്ഗഭോഗ പാപം. കാരണം ഈ പാപം ചെയ്തവര് പിന്നെയും ചെയ്യാൻ ആഗ്രഹിക്കും. അതിനുവേണ്ടി ആരെ കെട്ടിയാലും നമ്മൾ ആരും സംശയിക്കത്തില്ല. പുരുഷനും തമ്മിൽ നടന്ന ആരെങ്കിലും സംശയിക്കുമോ? സ്ത്രീയും തമ്മിൽ നടന്നാൽ സംശയിക്കുമോ? അത് നടക്കുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല ഞാനീ പറയുന്നത്. പാപത്തിന്റെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആ വ്യക്തി പറഞ്ഞ ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കുട്ടികളുടെ ധ്യാനം നടന്നു. കുട്ടികൾ വെച്ചാൽ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ധ്യാനം നടന്നപ്പോൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്, 6-ാം പ്രമാണം ഞാൻ എടുത്തു കഴിഞ്ഞേ ഉള്ളൂ. ഇവൻ വന്നിട്ട് പറഞ്ഞ് കൊഞ്ചി പറയുക, 3-ാം ക്ലാസ്സിൽ പഠിക്കുക, 8 വയസ്സേ ഉള്ളു, എല്ലാ പാപവും ചേട്ടാ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നീ കേട്ടന്റെ പേരിൽ നീ പറയരുത്, നീ വ്യക്തമായിട്ട് പറയാം ഏതൊക്കെ പാപം. ഓരോ പ്രമാണം പറഞ്ഞു. 6-ാം പ്രമാണം പറഞ്ഞ് പറയാ, ഇതാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ നീ എങ്ങനെ ഇത് ചെയ്ത്? അവൻ സ്വർഗ്ഗഭോഗത്തിന് അടിമയാ. എത്ര? 8 വയസ്സുള്ളവനാ. ഇവൻ പറഞ്ഞ ഇങ്ങനെയാ: ഇവൻ താമസിക്കുന്ന വീട്ടിന്റെ അടുത്ത് ഒരു പറമ്പുണ്ട്. ഈ പറമ്പിൽ നല്ലൊരു ഗ്രൗണ്ട് പോലെ, അവിടെ ക്രിക്കറ്റ് കളിയുണ്ട്. ഒരു 10-40 പിള്ളേർ ഒരുമിച്ച് വരും. എന്നിട്ട് കുറച്ച് പേര് ക്രിക്കറ്റ് കളിക്കും. ബാക്കിയുള്ളവർ അടുത്തൊരു ചെറിയ ഒരു വീടിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. പണി കഴിയാത്തൊരു വീടാ. ആ വീട്ടിനകത്ത് കയറിയിട്ട് വലിയ ചേട്ടന്മാരെല്ലാം കൂടെ ചേർന്ന് ഈ കൊച്ചിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. വലിയ ആൾക്കാർ ഈ കൊച്ചിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവനിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് പറ്റുന്നു? അവന്റെ ജീവിതത്തിൽ അവനിത് നല്ലയാണെന്ന് പറഞ്ഞിരിക്കുക. കാരണം കാശ് കിട്ടും, കൂട്ടുകാര് ചേട്ടന്മാരൊക്കെ കാശ് കൊടുക്കും. ഞാൻ ആ ധ്യാനത്തിൽ തന്നെ 14 എണ്ണത്തെ ഇവന്റെ ഗ്യാങ്ങിൽ നിന്ന് പിടിച്ചു. പുരുഷന് സ്ത്രീയോട് എന്നതുപോലെ പുരുഷനോട് കൂടെ നീ ശയിക്കരുത്. അത് മ്ലേച്ഛതയാകുന്നു. അത് മ്ലേച്ഛതയാണ്. കണ്ടോ, ബൈബിൾ എത്ര വ്യക്തമാണ് പഠിപ്പിക്കുന്നത്. അത് മ്ലേച്ഛതയാണ്. സ്ത്രീയോട് എന്നതുപോലെ പുരുഷനോട് ശയിക്കരുത്, അത് മ്ലേച്ഛതയാണ്. അദ്ദേഹം പറഞ്ഞത്, കത്തോലിക്കാ സഭ എതിർക്കുന്ന 2 വലിയ തിന്മകളിൽ ഒന്ന് ഭ്രൂണഗതിയും ഒന്ന് സ്വർഗ്ഗഭോഗ പാപവുമുണ്ട്. ഇത് വലിയൊരു ബന്ധനമാണ്.
അപ്പോൾ അങ്ങനെ നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ്. റോമ 1:25 വായിക്കാം. റോമ 1:25. കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലും അതുപോലെ സ്ഥലങ്ങളിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വടക്കേന്ത്യയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. പുരുഷ വേശികള്, സ്ത്രീ വേശികൾ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ പരിപാടി എന്ന് വെച്ചാൽ അവരെ വിളിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ നായ എന്നാണ് വിളിക്കുന്നത്. നായ, ഈ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. പല വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ, ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ളവര് പാപത്തിന് വേണ്ടിയിട്ട് വണ്ടിയിൽ കയറും. അവർക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ അവർ മ്ലേച്ഛകരമായ വാക്കുകൾ ഉപയോഗിക്കും, ജീവിത രീതിയിലൊക്കെ പ്രകടിപ്പിക്കും. നമുക്ക് വായിക്കാം. റോമ 1:25. അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച്, അവർ ദൈവത്തിന്റെ വചനം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു, തെറ്റായത് സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അവർ ശരിയായ ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധം അതിനെ വിളിക്കുന്നത്. പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ ഏർപ്പെട്ടു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഈ സ്വഭാവമുള്ള ഒരുപാട് പേരുണ്ട് ഭൂമിയിൽ. ജോലി സ്ഥലത്ത് വരുന്ന ആൾക്കാരുമായിട്ട്, മറ്റുള്ളവരുമായിട്ട് ഒക്കെ പാപകരമായ ബന്ധമുണ്ടോ? അയൽക്കാരുമായിട്ടുള്ള ഏതെങ്കിലും പാപകരമായ ബന്ധം. എൻ്റെ ജീവിത പങ്കാളി ദൂരെ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, പക്ഷേ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ജഡികമായ പ്രേരണയുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നൊരു സ്ത്രീ കരുതുന്നു. അതിനാൽ ഒരു പുരുഷന് പകരം കൂട്ടുകാരിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഈ വക പാപങ്ങൾ ഏർപ്പെടുന്നുണ്ടോ? ജോലി സ്ഥലത്തേക്ക് ചെന്നിട്ട് പുരുഷൻ അവിടെയുള്ള ജോലിക്കാരുമായിട്ട്, കീഴ് ജീവനക്കാരുമായിട്ട് ഈ വക പാപങ്ങൾ ഏർപ്പെടുന്നുണ്ടോ? കൊച്ചു കുട്ടികളെ കല്യാണത്തിനോ മനസ്സമ്മതത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വീട്ടിൽ വരുമ്പോൾ കൊച്ചു കുട്ടികളെ ഭക്ഷണം കൊടുത്തു അല്ലെങ്കിൽ കാശ് കൊടുത്തു ഒക്കെ ഈ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ഓർത്തിപ്പോൾ അനുദപിക്കേണ്ടതാണ് ഓരോ വ്യക്തി. പ്രൈസലോ മിസ്രത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ ഈ വക പാപങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായ ഒരു മോചനം പ്രാപിക്കാനായിട്ട് ഓരോ വ്യക്തിയും തീരുമാനമെടുക്കേണ്ടതാണ്. ചില അമ്മച്ചിമാരെ അപ്പച്ചന്മാരെയാണ് കൊച്ചു പിള്ളേരെ പ്രേമിക്കാൻ കൂട്ടുപിടിക്കുന്നത്. എന്നിട്ട് പറയും, എൻ്റെ അപ്പനോടൊന്ന് പറയണേ, അമ്മയോടൊന്ന് പറയണേ, എന്തായാലും മരിക്കുന്നതിന് മുമ്പ് ഒരു പുണ്യമെങ്കിലും ചെയ്യാം അപ്പൂപ്പ, മരിക്കുന്നതിന് മുമ്പ് ഒരു പുണ്യമെങ്കിലും ചെയ്യാം അമ്മൂമ്മേ എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കും ചിലര്. അപ്പൊ അങ്ങനെയുള്ള പാവങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ഇനി നമ്മൾ കാണുകയാണ്, ഇത് വലിയൊരു പാവമാണ്, പ്രകൃതി വിരുദ്ധ പാപമാണ്, പ്രകൃതി വിരുദ്ധ. അതുകൊണ്ട് ഒരു കാരണവശാലും സ്വന്തം വർഗത്തിൽപ്പെട്ടവരുമായിട്ട്, നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരെ നിങ്ങൾ തിരിച്ചറിയണം. അവരെങ്ങനെയുള്ളവരാണ്, അവരെ കൂട്ടുകൂടുന്ന എങ്ങനെയുള്ളവരുമായിട്ടാണ്. ആത്മീയ ജീവിതത്തിൽ കൂട്ടായ്മയാണ്. പിശാചി തരുന്നതാണ് കൂട്ട്, പരിശുദ്ധാത്മാവ് തരുന്നത് കൂട്ടായ്മയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. പ്രൈസലോ മിസ്രത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്തുള്ള ഏതെങ്കിലും വ്യക്തികളുമായിട്ട്, സ്ത്രീയായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ, പുരുഷനായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ചില ബന്ധങ്ങളുണ്ടെങ്കിൽ ഇവര് അത് ഉപേക്ഷിക്കണം. ഇപ്പോഴും തന്നെ പല വ്യക്തികളുടെയും ജീവിതത്തിൽ അതാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും 50, 60 ഒക്കെ വയസ്സ് കഴിഞ്ഞാലും സ്വയം പോകും സ്വർഗ പോകുമെന്നും നിർത്താൻ പറ്റാത്ത ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. പ്രൈസലോ മിസ്രത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകം 18:23 നമുക്ക് വായിക്കാം. ലേവ്യരുടെ പുസ്തകം 18:23. അവിടെ നമ്മൾ കാണുകയാണ് മൃഗങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. ഇത് വലിയൊരു പാവമാണ്. അതെങ്ങനെയാണ് പാവം? ചിലർ വീട്ടിൽ മൃഗങ്ങളെയൊക്കെ വളർത്താറുണ്ട്, നല്ലതാണ്. കാവലിന് വേണ്ടി പട്ടി വളർത്തുന്നത് നല്ലതാണ്, വളരെ വേസ്റ്റ് കഴിക്കാനായിട്ട് പൂച്ച വളർത്തുന്നത് നല്ലതാണ്. പക്ഷേ ഇതിനെയൊക്കെ കട്ടിലെടുത്തിട്ട് മക്കളെ കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ പ്രശ്നം. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ജീവിത പങ്കാളിയേക്കാൾ കൂടുതലായിട്ട് മൃഗങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. മൃഗങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ വീട്ടിലുള്ള പട്ടിയെ, പൂച്ചയെ, അതുപോലെ മൃഗങ്ങളെ ട്രെയിനിങ് കൊടുക്കും, ജീവിത പങ്കാളിയെ പോലെ ശാരീരികമായിട്ട് പാപം ചെയ്യിക്കാനായിട്ട്. അതിനുവേണ്ടി പ്രത്യേകം വളർത്തുന്ന പട്ടികളുണ്ട്, അതിനെ കച്ചവടം ചെയ്യുന്ന വ്യക്തികളുണ്ട്, മൃഗങ്ങളെ കച്ചവടം ചെയ്യുന്നവർ. ഒരുപാട് മൃഗങ്ങളുമായിട്ടുള്ള പാപബന്ധനത്തെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 18:23 വായിക്കാം. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ അശുദ്ധമാക്കരുത്. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. അത് ലൈംഗിക വൈകൃതമാണ്. അത് ലൈംഗിക വൈകൃതമാണ്.
ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധ. കണ്ടോ, അത് ലൈംഗിക വൈകൃതമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒരിക്കലും അതിനൊരു പ്രത്യേക പ്രേരണയുണ്ടാകും, ഇങ്ങനെ സ്നേഹിക്കാനൊക്കെ അടുത്ത് വരും. എന്നാൽ അതിനുമായിട്ട് പാപം ചെയ്യാൻ ഒരു കാലത്തും പാടില്ല. നമുക്ക് വീണ്ടും വായിക്കാം ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 15 മുതലുള്ള തിരുവചനം. ലേവ്യരുടെ പുസ്തകം 20:15. ലേവ്യരുടെ പുസ്തകത്തിൽ ഇപ്രകാരം ശക്തമായ ചില വചനങ്ങളുണ്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്. വചനമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 20:15. മൃഗത്തോടുകൂടെ ശയിക്കുന്നവനെ വധിക്കണം. കണ്ടോ, മൃഗങ്ങളോട് കൂടെ ശയിക്കുന്നവനെ വധിക്കണം. അത് കോഴിയായാലും പൂച്ചയായാലും പട്ടിയായാലും പശുവായാലും ആരാണെങ്കിലും എന്താണെങ്കിലും. കുരങ്ങനെയൊക്കെ ചിലർ വളർത്തുന്നുണ്ട്. ചില സ്ഥലങ്ങൾ അങ്ങനെയുള്ള എയ്ഡ്സ് ഒക്കെ എബോളയൊക്കെ വരാനുള്ള കാരണം എങ്ങനെയാണെന്ന് പറയുന്നത്, ചില രാഷ്ട്രങ്ങളിലുള്ള ചില വ്യക്തികൾ കാട്ടുകളിലേക്ക് ചെന്ന് സ്വന്തം ജീവിത പങ്കാളിയുമായിട്ട് ശാരീരികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തെക്കാൾ സംതൃപ്തി മൃഗങ്ങളുമായിട്ട് കണ്ടപ്പോൾ ഗറിലകളുമായിട്ടും കുരങ്ങളുമായിട്ടും പാപത്തിലേർപ്പെട്ടു. അവരുടെ ശരീരത്തിലുള്ള അവരുടേതായിട്ടുള്ള പല അവസ്ഥയിൽ നിന്നും ചില അണുക്കളുണ്ടായി. മനുഷ്യന്റെ ശരീരത്തിലുള്ള ചിലത് കൂടെ ചേർന്ന് പുതിയ പുതിയ അണുക്കൾ രൂപപ്പെട്ടു. സ്വർഗപോ പാപമൊക്കെ ഒരു 4-5 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ എയ്ഡ്സിന്റെ ആരംഭം ഉണ്ടാകും. കാരണം പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ലൈംഗിക രോഗങ്ങളുണ്ടാകും ഒരുപാട്. ലൈംഗിക രോഗം വെച്ചാൽ സ്വർഗപോം ഈ എയ്ഡ്സ് മാത്രമല്ല, മറ്റൊരുപാട് രോഗങ്ങളുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വരാൻ തീരും. ഇവിടെ പറയുകയാണ്, ഒന്നര വായിക്കുക വചനം. മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ലൈംഗിക വൈകൃതമാണ്. ബാക്കി വായിക്കാം. മൃഗത്തെയും കൊല്ലണം. മൃഗത്തെയും കൊല്ലണം. ഇല്ലെങ്കിൽ ഈ മൃഗം ഈ കുഴപ്പം കാണിക്കും. വീണ്ടും പോയി ഒരു സ്ത്രീ ഏതെങ്കിലും മൃഗത്തെ സമീപിച്ച് അതിന്റെ കൂടെ ശയിച്ചാൽ അവളെയും മൃഗത്തെയും നിങ്ങൾ വധിക്കണം. അവളെയും മൃഗത്തെയും വധിക്കണം. കണ്ടോ, രണ്ടുപേരും വധിക്കണം. എന്താ എഴുതി വെച്ചേക്കുന്നത്? അവളെയും വധിക്കണം. അടുത്ത വചനം വായിച്ചേ. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവർ മരണശിക്ഷ അനുഭവിക്കട്ടെ. അവരുടെ രക്തം അവരുടെ മേൽ ആയിരിക്കട്ടെ. അവരുടെ മേലായിരിക്കട്ടെ. കണ്ടോ, മരണശിക്ഷ അനുഭവിക്കണം. നമ്മളിപ്പോ ഒരു കേടുള്ള വാഴ ഉണ്ടെങ്കിൽ ആ വാഴയ്ക്ക് കേടുള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ആ വാഴ വെട്ടിക്കളഞ്ഞിട്ട് ആ സ്ഥലം മൊത്തം കത്തിച്ച് കളയും. കാര്യം അവിടെയുള്ള അണുക്കള് മറ്റു വാഴയ്ക്ക് പിടിക്കാതിരിക്കാനാ. ഇവിടെ കൊല്ലണമെന്ന് പറയാൻ കാരണം, ഈ പാപം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവൻ ആ പാപം മറ്റുള്ളവരെ പഠിപ്പിക്കും, അത് ചെയ്യാൻ തുടങ്ങും, ആ അവസ്ഥയിലേക്ക് വരും. ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം പ്രാപിക്കും. ലേവ്യരുടെ പുസ്തകം വീണ്ടും വായിക്കാം. നമുക്ക് ലേവ്യർ 18:10 വായിക്കാം. അവിടെ നമുക്ക് കാണാൻ പറ്റും, പലപ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പാപത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ലേവ്യർ 18:10. നിന്റെ മകന്റെ മക്കളുടെയോ മകളുടെ മക്കളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. കണ്ടോ, നിന്റെ മക്കളുടെയോ മക്കളുടെ മക്കളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. വെച്ചാൽ അപ്പൂപ്പൻ മകന്റെയോ മകന്റെ മകന്റെയോ മക്കളുടെ നഗ്നത. ഒരുപാട് സ്ഥലത്തുണ്ട്. ഒരു അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. ഏതാണ്ട് 80 വയസ്സോളം പ്രായമുള്ള അപ്പച്ചൻ, നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. ആ അപ്പച്ചൻ കണ്ണുനീരോടെ വന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് 2 വയസ്സ് കഴിഞ്ഞ ഒരു കൊച്ചു കുഞ്ഞ് എൻ്റെ മകന്റെ കൊച്ചാണ് ഉണ്ട്. ഈ കൊച്ചിന് പെൺകുട്ടിയാണ്. അതിനെ കയ്യിലെടുക്കുമ്പോഴെല്ലാം ജഡികമായ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരിക. കണ്ടോ, എത്ര വ്യക്തമാണ് ബൈബിൾ പറയുക. നീ നിന്റെ മകന്റെയോ മകളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കളെ നീ നശിപ്പിക്കരുത്. ഒരുപാട് പേര് മക്കളെ നശിപ്പിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് സ്വന്തം അപ്പൻ മകളെ ദുരുപയോഗിക്കുന്നു, സ്വന്തം അമ്മ മകനെ ദുരുപയോഗിക്കുന്നു. ഒരമ്മച്ചി പറഞ്ഞ ഒരു സഹോദരി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുക. അവർ മകനുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ട് അവരെ പരാതി ഇങ്ങനെയാണ്: എൻ്റെ മകൻ എൻ്റെ വസ്ത്രങ്ങളും എൻ്റെ അടിവസ്ത്രങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടാക്കിയ മകൻ അമ്മയുടെ വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങൾ ഇട്ടുണ്ടാക്കിയ ഇത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവന് വേണ്ടിയിട്ടല്ല ഇപ്പൊ പ്രാർത്ഥിക്കേണ്ടത്, അവനെ കൊണ്ടുവന്നിരിക്കും, അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ അമ്മയാണെങ്കിലോ ഇത് പറഞ്ഞിട്ട് അമ്മ കുറെ ദൂരം മാറിയിരിക്കുക. അമ്മ അടുത്തോട്ട് വരത്തില്ല, ഒരു കാരണവശാലും അടുത്തോട്ട് വരത്തില്ല. ചിലർക്ക് അങ്ങനെയൊക്കെ ചില പേടിയുണ്ട്, പ്രാർത്ഥിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. അങ്ങനെ ആരും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. ചിലരുണ്ടാക്കിയേക്കാം, ചിലരുണ്ടാക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഈ അമ്മയുമായിട്ട് സംസാരിച്ചു. അമ്മ പറഞ്ഞ ഇങ്ങനെയാ: ഈ മകന് 7 വയസ്സ് പ്രായമുള്ള സമയം വരെ ഇവർ സ്വയംഭോഗം ചെയ്യുമായിരുന്നു. കല്യാണം കഴിച്ചിട്ട് പോലും ഇവർ സ്വയംഭോഗം ചെയ്യും. അപ്പൊ ഈ സ്വയംഭോഗത്തിന്റെ അവസ്ഥയിലായിരുന്നു ഇവർ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തത്. അതുകൊണ്ട് ഇവര് പാപകരമായ കാസറ്റുകളും മറ്റും പലതും കാണുന്നത് കൊണ്ട് ഈ ജഡികമായ ചിന്താഗതി ഇവരെ ഉള്ളിൽ കടന്ന് ഇവര് കുഞ്ഞിന് ജന്മം കൊടുത്തു. ഇവന് ഒരു കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു കുഴപ്പമേ ഉള്ളൂ: അമ്മയുടെ വസ്ത്രങ്ങൾ എടുത്തിടും,
അതാണ് ഇവന്റെ കുഴപ്പം. കാര്യം എന്തു പറ്റി? അമ്മ ചെയ്ത പാപത്തിൽ നിന്ന് അതിന്റെ പരിണത ഫലം മകൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ? ഞാൻ അവരടുത്ത് പറഞ്ഞു, മകനെ ഉപദേശിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലവണ്ണം മുട്ടുമ്മ നിന്ന് കൈ വിരിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. എന്നിട്ട് നല്ലോണം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ പരാതിയുമായിട്ട് ഓടി നടക്കുക, എന്തുകൊണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെയായി, അങ്ങനെയായി, ഇങ്ങനെയായി. ചിന്തിക്കണം. കൊച്ചു കുട്ടികൾ പോലും 3 വയസ്സോ 4 വയസ്സോ ഒക്കെ ഉള്ള സമയത്ത് പോലും ഭാര്യയും ഭർത്താവും തമ്മിൽ ദാമ്പത്യകർമ്മം നിറവേറ്റുമ്പോൾ ഇതൊക്കെ അവർ ചിലപ്പോൾ ഉറങ്ങാതെ കിടന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആന്തരികതയിൽ വന്ന് കിടക്കുവത്. കിടന്നിട്ട് സ്വാഭാവികമായിട്ട് അമ്മ വസ്ത്രം മാറുന്നതും അപ്പം വസ്ത്രം മാറുന്നതൊക്കെ അവർ നോക്കിക്കൊണ്ട് നിൽക്കും. കാരണം അവരെ ഉള്ളിൽ കിടക്കുന്ന ആ ജഡികത അറിവില്ലാത്ത പ്രായത്തിലും ഉൾമനസ്സിൽ നിന്നത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ മാറണമെങ്കിൽ കാൽവരി കുരിശിലെ രക്തം തന്നെ വന്ന് വീണാലേ പറ്റുകയുള്ളൂ. വേറെ ഒന്നും വീണിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. ഒരു നല്ല വിശുദ്ധീകരണം സംഭവിച്ചേ പറ്റൂ. നല്ല വിശുദ്ധീകരണം. ഇവിടെ മനഃശാസ്ത്രജ്ഞനൊന്നും ചെയ്യാൻ പറ്റില്ല. മനഃശാസ്ത്രജ്ഞനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിനെല്ലാം ചെയ്യാൻ പറ്റും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് 20-ാം അധ്യായം 15 വായിക്കാം. 20-ാം അധ്യായം ലേവ്യർ 18:10 വായിച്ച് 20-ാം അധ്യായം 12 വായിക്കാം. ലേവ്യർ 20:12. അതുകൊണ്ട് മിഠായി കൊടുത്തോ പണം കൊടുത്തോ വസ്ത്രം നൽകിയൊക്കെ അപ്പൻ മക്കളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒരുപാട് കുട്ടികൾ ഹോസ്റ്റലിലും പല സ്ഥലങ്ങളും അഭയം തേടിയ കാരണം അപ്പന്റെ സുരക്ഷ. അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയടുത്ത് പറയും മിണ്ടിപ്പോരെന്ന് പറയും, കൊന്നുകളയെന്ന് പറയും അമ്മയടുത്ത്. എന്നിട്ട് പ്രായമായ പെൺകുട്ടികളെ, പ്രായമാകാത്ത കൊച്ചുങ്ങളെ 8-ലോ 10-ലോ ഒക്കെ പഠിക്കുകയായിരിക്കും, ഇതുങ്ങളെ അപ്പച്ചൻ കൊണ്ടുപോയി നശിപ്പിക്കുന്നു, വീട്ടിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നു, ഗർഭിണികളാക്കുന്നു, കൊണ്ടുപോയി അബോർഷൻ ചെയ്യുന്നു. തെറ്റിയും തിരിച്ചു വരാൻ തീരുമാനമെടുക്കും. വായിക്കാം ലേവ്യർ 20:12. ഒരാൾ തന്റെ മരുമകളുമൊത്ത് ശയിച്ചാൽ, ഒരുവൻ തന്നെ മരുമകളും ഒന്നിച്ച് ശയിച്ചാൽ ഇരുവരെയും വധിക്കണം. കണ്ടോ? അമ്മായിയപ്പം മരുമകളുമായിട്ട് വല്ല ബന്ധമുണ്ടോന്ന് ഓർക്കണം. മരുമകളുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ ഇരുവരെയും കൊല്ലണം. ബൈബിളിലെ പഠനം അത്. ആരും ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മായിയപ്പന് സുരക്ഷ ഒരു മകളെ പോലെ കാണാൻ പറ്റണം മരുമകളെയും. അതിനാൽ മരുമകളുമായിട്ട് ഏതെങ്കിലും പാപത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ മരുമകളും കുമ്പസാരിക്കണം, അമ്മായിയപ്പനും കുമ്പസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബത്തിൽ പോലും നമ്മുടെ ജീവിത രീതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേ പറ്റുകയുള്ളൂ. ഓരോ വ്യക്തിയുടെ സ്വഭാവം അറിയിക്കുക. നിങ്ങളെ ആരെങ്കിലും ശല്യപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഒരു ഭാര്യയ്ക്ക് അറിയാൻ പറ്റും, ഭർത്താവിന് അറിയാൻ പറ്റും, മക്കൾക്ക് അറിയാൻ പറ്റും അപ്പന്റെ സ്വഭാവം എന്താ, അമ്മയുടെ സ്വഭാവം എന്താ. നാട്ടുകാർക്ക് പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒറ്റ കാര്യം ചെയ്യുക, മുട്ടുമ എന്നിട്ട് പറയുക, കർത്താവേ, എൻ്റെ അപ്പൻ ഒരു ജഡിക പാവത്തിന് അടിമയാണ്, എൻ്റെ അമ്മ ഒരു ജഡിക പാവത്തിന് അടിമയാണ്, മറ്റൊരു ജഡിക പാവത്തിന് അടിമയാണ്, നീ തിരിച്ചു വന്ന് അവർ രക്ഷിക്കണമെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതിന്റെ 19:29 വായിക്കാം. ലേവ്യരുടെ പുസ്തകം 19:29. ഭർത്താവില്ലാത്ത സാഹചര്യത്തിൽ മകനെ മകളെ ദുരുപയോഗിക്കുക, പാപകരമായവരെ ലൈംഗിക അവയവങ്ങളെ സ്പർശിക്കുക, മക്കളെ വിൽക്കുന്ന അമ്മമാരുണ്ട്. മക്കളെ വിൽക്കുന്ന അമ്മമാര് ചിന്തിക്കണം. പലപ്പോഴും മക്കളെ വിൽക്കുന്ന അമ്മമാർ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പല ജോലി കിട്ടാനും കാശ് കിട്ടാനും പല കാര്യങ്ങളും പ്രശസ്തി കിട്ടാനും വേണ്ടിയിട്ട് മകളെയും കൂട്ടിക്കൊണ്ടു പോകും. കൊണ്ടുപോയിട്ട് പാപകരമായ കാര്യങ്ങൾ എന്ത് സംഭവിച്ചാലും ഒന്നും മിണ്ടത്തില്ല. അതൊക്കെ ഒന്ന് തട്ടലും തൊടലും ഒക്കെ ഉണ്ടായെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല മോളെ, ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞ് പാപത്തിലേക്ക് കൊണ്ടുപോകുന്നവർ. ഒരു പ്രാവശ്യം ലൈംഗിക പാപം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിച്ചേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി ചിലപ്പോൾ നിങ്ങൾ അതിങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ പലരും നിങ്ങൾ അങ്ങനെ വിധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ചേക്കുക, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ അങ്ങനെ പറയുന്നവർക്ക് കൂടി പ്രാർത്ഥിച്ചാൽ മതി. ചിലപ്പോൾ ചില കാരണം എന്ന് വെച്ചാൽ നമ്മൾ സൂസന്നയുടെ കഥയൊക്കെ വായിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ അവൾ സഹകരിക്കാത്തതിന്റെ പേരിൽ അവളെ അവഹേളിക്കുന്ന 2 പേരുണ്ട്. അവസാനം 2 പേരും വധിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഭാഗത്തുണ്ട്, വിശുദ്ധന്റെ ഭാഗത്ത് എപ്പോഴും ദൈവമുണ്ട്. നീ അശുദ്ധിയിലാണെങ്കിലും നിന്നെ കർത്താവ് പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു. നീ വിശുദ്ധിയിലേക്ക് കടന്നു വരിക. വായിച്ചുകൊള്ളുക. നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. കണ്ടോ? നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. വേശ്യാവൃത്തിക്ക് അമ്മ വേശ്യയാണെങ്കിൽ മകളെയും കൊണ്ടുപോകും, അപ്പം കാശ് പിരിക്കാൻ നിൽക്കും. എന്തെല്ലാം തിന്മകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
തിരിച്ചു വരാൻ തീരുമാനമെടുക്കണം. സഹോദരന് സഹോദരി. ലേവ്യരുടെ പുസ്തകം 20:17 വായിക്കാം. ലേവ്യരുടെ പുസ്തകം 20:20. തന്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ജനിച്ച സഹോദരിയെ, അപ്പോൾ സ്വന്തം അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ ജനിച്ച സഹോദരിയെ ഒരുവൻ പരിഗ്രഹിക്കുകയും അവർ പരസ്പരം തങ്ങളുടെ നഗ്നത കാണുകയും ചെയ്യുന്നത് നികൃഷ്ടമാണ്. അവ പരസ്പരം തങ്ങളുടെ നഗ്നത കാണുകയും ചെയ്യുന്നത് മ്ലേച്ഛമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു 5-6 വയസ്സ് കഴിയുമ്പോൾ തന്നെ രണ്ടെണ്ണത്തെ മാറ്റിക്കോണം. അപ്പനും അമ്മയിലും ഒരു മുറിയിൽ, എന്നിട്ട് ആങ്ങളെയും പെങ്ങളെയും കൊണ്ടുപോയി ഒരു മുറിയിലാക്കും. രണ്ടും കൂടെ അവിടെ ഇരുന്നും കൊണ്ട് പാപം ചെയ്യാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. പാപം ചെയ്യാൻ തുടങ്ങും. അവർ പറയും ഞങ്ങൾ സഹോദരങ്ങളല്ലേ, അതുകൊണ്ടൊന്നും മുട്ടുന്നതിൽ എന്താ കുഴപ്പം, അവിടെയിൽ എന്താ കുഴപ്പം? സഹോദരൻ സഹോദരിയെ കെട്ടിപ്പിടിക്കുന്നതിനോ ചുംബിക്കുന്നതിനോ ഒരു കുഴപ്പമില്ല. പക്ഷേ പാപകരമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ കുഴപ്പമാണ്. ഇവിടെ പറയാം, നഗ്നത കാണരുത്. സ്വന്തം സഹോദരൻ സഹോദരൻ കാണരുത്, സഹോദരി സഹോദരൻ കാണരുത്. ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഇന്ന് വളരെയേറെ ഇത് നടന്നുകൊണ്ടിരിക്കുക. വളരെയേറെ അപ്പനമ്മയും പള്ളിയിൽ പോവും, ആ നേരത്തിന് മക്കൾ മാത്രമേ വീട്ടിലുള്ളൂ. അവർ പാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ആരും അറിയുന്നില്ല. സൂര്യനേക്കാൾ 10,000 പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് നിന്നെ നിഗൂഢ സ്ഥലങ്ങൾ പോലും അവൻ കണ്ടെത്തുന്നു. ഇരുട്ട് നിനക്ക് മറയാണ്, ഭിത്തികൾ നിന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല എന്ന് നീ പറയുന്നു. എന്നാൽ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് അവിടെ നിന്നെ നിഗൂഢ സ്ഥലങ്ങൾ കാണുന്നു. പ്രഭാഷകൻ 23 പറയുന്നതാ. നിന്റെ എല്ലാ വ്യാപാരങ്ങളെയും അറിയുന്നു, നിന്റെ എല്ലാ വ്യാപാരങ്ങളെയും അറിയുന്നു. ചേട്ടത്തിക്ക് അനിയനുമായിട്ട് ബന്ധം, ചേട്ടന്റെ ഭാര്യയ്ക്ക് അനിയനുമായിട്ട് ബന്ധം, ഭർത്താവ് ഭാര്യയുടെ അനിയത്തിയുമായിട്ട് ബന്ധം, പാപകരമായ മേഖലകളിലേക്ക് പോകുന്നു. ഞാൻ അടുത്ത കാലത്ത് ഒരു കുട്ടിയെ കണ്ടതാ. കുഞ്ഞുനാൾ ദുരുപയോഗിക്കപ്പെട്ടത് കൊണ്ട് ധ്യാനിക്കാൻ വന്ന സകല വ്യക്തികൾക്ക് ഇവിടെ പരിചയമാ. പിന്നെ അറിയുന്നത് ഇവിടെ ഒരു വ്യഭിചാരത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. എന്തുമാത്രം വിഷമത്തിൽ അവൾ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തന്റെ ദുഃഖം മറക്കാൻ വേണ്ടി അവൾ ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അവൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയായിരുന്നു. അവൾ മാനസിക രോഗിയെ പോലെ അഭിനയിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേശ്യകളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് 2 രീതിയിലുള്ള വേശ്യകളുണ്ടെന്ന് പറയുന്നു. ഒന്ന് പരസ്യ വേശ്യ, ഒന്ന് രഹസ്യ വേശ്യ. രണ്ടും ഇന്ന് സമൂഹത്തിലുള്ളതാണ്. പലപ്പോഴും സുഹൃത്തുക്കളുമായിട്ട് ടൂറ് പോകുമ്പോൾ ചിലർക്ക് തീർത്ഥാടനത്തൊക്കെ പോകുന്നു, വാടകയ്ക്ക് മുറിയെടുക്കുന്നു. ഇത് വലിയൊരു പാപമാണ്. തീർത്ഥാടനം തെറ്റാന്ന് ഞാൻ പറയല്ല. മുറിയെടുക്കും. മുറിയെടുത്തിട്ട് സുഹൃത്തിന്റെ ഭാര്യ തന്റെ കൂടെയും തന്റെ ഭാര്യ സുഹൃത്തിന്റെ ഭാര്യയുടെ കൂടെയും ജീവിത പങ്കാളിയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം വയ്ക്കുന്നു, കൈമാറുന്നു. മറ്റുള്ളവരെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ജീവിക്കുന്ന ജീവിതം അവസാനിപ്പിക്കണം. നടക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ന് ഇന്ത്യയിൽ സുനാമി അടിച്ച സ്ഥലം മൊത്തം ഇതിന്റെ അടിമത്തത്തിലായിരുന്നു. വേശ്യാലയങ്ങളെല്ലാം അടിച്ച് തരിപ്പണമാക്കി പല സ്ഥലങ്ങളും. ഹോട്ടൽ മുറികളും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ടൂറെന്നും പറഞ്ഞ് മാതാവിന്റെ പേര്, മാതാവിനെ കാണാനെന്നും പറഞ്ഞ് മറ്റ് തീർത്ഥാടനത്തിന്റെ പേരും പറഞ്ഞ് പലരും വരുന്നുണ്ട്. പലയിടത്തും മാതാവിനെ കാണുകയല്ല അവരുടെ പരിപാടി. മാതാവിന്റെ പേരിൽ തിന്മ ചെയ്യുന്നു. അവിടെ വന്നിട്ട് മാതാവ് എന്തുമാത്രം കരയെന്നറിയാവും. പല തീർത്ഥാടന കേന്ദ്രങ്ങളും വന്നിട്ട് എന്ത് ചെയ്യും? വന്നിട്ട് ജീവിത പങ്കാളികളെ കൈമാറുകയാണ്. അതുകൊണ്ട് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ കൈമാറുന്ന ഏതെങ്കിലും ബന്ധങ്ങളുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 23:18 വായിക്കാം. പ്രഭാഷകൻ 23:18 പറയുന്നുണ്ട്, നിന്റെ വിരുന്നുകൾ പോലും നീ ഒന്ന് പരിശോധിക്കണം. 23:18 പ്രഭാഷകൻ 20:18 പറഞ്ഞു, നിന്റെ വിരുന്നുകൾ പോലും നീ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. കണ്ടോ? അത് വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ്. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. വീണ്ടും തിരുത്തി പറയുന്നുണ്ട്, നിന്റെ സുഹൃത്തിന്റെ ഭാര്യയോടൊത്ത് നീ ഭക്ഷണത്തിനിരിക്കരുത്. കാരണം അവളിൽ അറിയാതെ ഒരു ആകർഷകരായി പോകും. ഞാൻ ഓർക്കുന്നുണ്ട്, ചില സംഘടനയുടെ ലീഡേഴ്സുമാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി രൂപതയിൽ ചെന്നപ്പോൾ പ്രായമുള്ള ഒരു അച്ഛനാണ് അവിടെ ഉള്ളത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഓരോ സ്ഥലത്തും സഹായത്തിന് വേണ്ടി പോകുന്ന കാര്യം. അപ്പൊ ചിലരെ ചെറുപ്പക്കാരെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ആകുമ്പോൾ അവർക്ക് കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടി പോകും.
അപ്പൊ അച്ഛനോട് പറയാം, അച്ഛനും കൂടെ വന്നാൽ വലിയ ഉപകാരമായിരുന്നു, അച്ഛനുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സ്വീകരിക്കും. നമ്മുടെ പാവം അച്ഛൻ ഇവരുടെ കൂടെ പോകുമായിരുന്നു. പക്ഷെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുക, ഇപ്പോഴാ മോനെ ഇവന്മാരെ ടെക്നിക്ക് എനിക്ക് പിടികിട്ടിയത്. കാരണം ഈ അച്ഛനെയും കൊണ്ട് പോകുമ്പോൾ, അച്ഛൻ പാവം വിശുദ്ധനാണ്, അച്ഛനെയും കൊണ്ടുപോകും. ഇവരെ പരിപാടി എന്നറിയാവോ? ഇവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് പെണ്ണുങ്ങളുള്ള വീടുണ്ട്, അവിടെ സ്ഥിരം കാരുണ്യ പ്രവൃത്തിയാ. അപ്പൊ അച്ഛൻ പറയാ, മോനെ ഇപ്പോഴാ എനിക്ക് കാര്യം പിടികിട്ടി, ഇവന്മാരെ എന്നെ വെച്ചും കൊണ്ട് മുതലെടുക്കുകയായിരുന്നു. സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുള്ള വീട്ടില് എപ്പോഴും കയറി ചെല്ല്, എന്തെങ്കിലുമൊക്കെ പരിപാടി പറഞ്ഞുകൊണ്ട് കയറി ചെല്ല്. കാരണം എന്താ? ഈ പെണ്ണിനെ കാണാനാ. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതാ സ്വഭാവം, ഇതാ അവസ്ഥ. തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ. സ്വരത്തിൽ പറഞ്ഞു ഹാലലിയ. അന്റാർട്ടിക്കയിലെ പാവമാണ്, ഇവിടുത്തെ അല്ല കേട്ടോ. ഒന്ന് സ്വരത്തിൽ പറഞ്ഞ ഹാലലിയ, ഒന്ന് കൈയുയർത്തി പറഞ്ഞ ഹാലലിയ. ചിലരൊക്കെ കണ്ണുരുട്ടി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമായി ബ്രദർ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ബൈബിളിലുള്ള കാര്യമാണ് പറയുന്നത്, എൻ്റെ ഒന്നും ഞാൻ പറയില്ല നിങ്ങളോട്. അതുകൊണ്ട് ഇവിടെ തിരുവനം മനസ്സിലാക്കണം. സുഭാഷിതം ഇപ്പം വായിച്ചതാണ്. സുഭാഷിതം 5:15 വായിക്കാം. പെട്ടെന്ന് നമ്മൾക്ക് പോകാം. സുഭാഷിതം 5:15. അതിനകത്ത് വീണ്ടും നമ്മൾ കാണുക. അതുകൊണ്ട് ജോലി, ബിസിനസ്, ഇവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചിലരൊക്കെ ജീവിത പങ്കാളി കൈമാറുന്നത് തന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മേലുദ്യോഗസ്ഥന് ജീവിത പങ്കാളി കൈമാറി കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. ഒരുപാട് സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട്. ചിലരൊക്കെ വിദേശത്തൊക്കെ പോയിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ ഒരു കല്യാണം, പിന്നെ ഇവിടെ ഒരു കല്യാണം. ജീവിതകാലം മൊത്തം രണ്ടിടത്തും കല്യാണമാണ്. ഇവിടുത്തെ മക്കളെ നോക്കും, അവിടുത്തെ മക്കളെ നോക്കും, രണ്ടിടത്തും നോക്കിക്കൊണ്ടിരിക്കും. ഇതാ അവസ്ഥ. സുഭാഷിതം 5:15 വായിച്ചേ. നിന്റെ കിണറ്റിൽ നിന്ന്, നിന്റെ ഉറവയിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ. നിന്റെ ഉറവയിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ എന്ന് വെച്ചാൽ നിന്റെ ജീവിത പങ്കാളിൽ നിന്ന് മാത്രമേ നീ സ്നേഹവും സുഖവും ആനന്ദവും അനുഭവിക്കാവുള്ളൂ. നിന്റെ ഉറവകളെ മറുനാട്ടിലും നീരൊഴുക്കുകളെ തെരുവുകളിലും ഒഴുക്കിക്കളയുകയോ. കണ്ടോ? നിന്റെ ഉറവയിലുള്ള വെള്ളത്തെ മറുനാട്ടിലും തെരുവിലും ഒഴുക്കി കളയരുത് എന്ന് വെച്ചാൽ അർത്ഥം എന്താ അറിയാമോ? വിദേശത്തും കൊണ്ടുപോയി കൊടുക്കരുത്, സ്വദേശത്തും കൊണ്ടുപോയി കൊടുക്കരുത്, മറുനാട്ടിലും അതുപോലെ തെരുവിലും കൊടുക്കാൻ പാടില്ല. നിന്റെ ജീവിത പങ്കാളി നീ കൈമാറരുന്ന അതിന്റെ അർത്ഥം. ബൈബിൾ എഴുതി വെച്ചിരിക്കുക വ്യക്തമായിട്ട്. പ്രൈസലോ. നിസ്രത്തിൽ പറഞ്ഞ ഹാലലുയ, ഹാലലുയ. വന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയ മക്കളെ, നമ്മൾ ഓരോരുത്തരും അനുദപിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഓരോ വ്യക്തിയും തീരുമാനമെടുക്കുക. ഇനി നമ്മൾ നേരത്തെ കണ്ടത് 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. രഹസ്യ വേശ്യകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതം, അതുമായിട്ട് ബന്ധപ്പെടുന്നത്. സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതം പരസ്യവേശ്യയാണ്. രഹസ്യവേശ്യയാണ് നമ്മുടെ ദാവീദ്. പാപം ചെയ്ത് ആരെങ്കിലും അറിഞ്ഞോ? ഒരു മനുഷ്യനും അറിഞ്ഞില്ല. ദാവീദ് കുളിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഊറിയയുടെ ഭാര്യ നിൽക്കുന്നത് കണ്ടു. ദാവീദ് വളരെ രഹസ്യത്തിൽ വളരെ ബുദ്ധിപൂർവ്വം വിളിച്ചു കൊണ്ടുവന്ന് പാപം ചെയ്തു. ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. ദാവീദ് വെച്ച് ആരും പറഞ്ഞില്ല. പക്ഷേ ദൈവമായ കർത്താവ് പറഞ്ഞു, നാഥാനെ വിട്ടിട്ട് പറഞ്ഞു, നീയാണത് ചെയ്തത്. അതുകൊണ്ട് ദാവീദ് രഹസ്യത്തിൽ ചെയ്തതാണ്. പക്ഷെ ആര് പറഞ്ഞില്ല. ഇന്ന് ഒരുപാട് പേര് രഹസ്യത്തിൽ ചെയ്യുന്നുണ്ട്. ജീവിത പങ്കാളി ഇല്ലാത്ത നേരത്ത്, അല്ലെങ്കിൽ മറ്റുള്ളാത്ത നേരത്ത് അയൽക്കാരായിട്ടുള്ള ചെറുപ്പക്കാരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെ പാപത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് രഹസ്യവേശ്യയാണ്, രഹസ്യബന്ധനം. ഇത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങളെ തകർക്കും, കുടുംബം തകർക്കും. രഹസ്യവേശ്യ പ്രവർത്തനം കുടുംബം തകർക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തില് ഇപ്രകാരമുള്ള പ്രവൃത്തി നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഭർത്താവുമായിട്ടുള്ള ബന്ധം, ഭാര്യയുമായിട്ടുള്ള ബന്ധം അകൽച്ച ഉണ്ടാകുന്നു. അവസാനം കുത്തുവാക്കുകൾ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? മറ്റേ ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വ്യക്തിയുമായിട്ട് രഹസ്യത്തിൽ നിങ്ങൾ ഏത് ബന്ധം സ്ഥാപിച്ചാലും കർത്താവ് ഇത് അറിയും, അത് പിടിക്കപ്പെടും. അതുകൊണ്ട് ദാവീദിനെ പോലെ രഹസ്യത്തില് മറ്റുള്ളവരെ ഭാര്യമാരെ പ്രാപിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഭർത്താക്കന്മാരെ പ്രാപിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. ഇനി പരസ്യ വേശ്യകൾ ആരാണെന്ന് ചോദിച്ച് നമ്മൾ കാണുകയാണ്. സമരിയാക്കാരി സ്ത്രീ, അവക്ക് 6 ഭർത്താക്കന്മാരുണ്ട്. ഇനിയും വേണോ ആളെ കുമ്പസാരിക്കാൻ? നേരത്തെ എഴുന്നേറ്റവർ മാത്രം ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റ് അവരങ്ങ് പൊയ്ക്കൊള്ളുക കേട്ടോ. അവരങ്ങ് പൊയ്ക്കൊള്ളുക. നേരത്തെ എഴുന്നേറ്റങ്ങ് പൊയ്ക്കോ. സർവത്തിൽ പറഞ്ഞു ഹാലലുയ, ഉച്ചത്തിൽ പറഞ്ഞു ഹാലലുയ. ഇനി പരസ്യവേശ്യയെ കുറിച്ചൊന്ന് പറയുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്, വഴിക്കവലകളില്, ബസ് സ്റ്റാൻഡില്, റെയിൽവേയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതിൽ മഗ്ദലന മറിയവും അതുപോലെ സമരിയാക്കാരി സ്ത്രീയും ഈ ഗണത്തിൽ പെടുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് അവരൊക്കെ അങ്ങനെയുള്ളവരാണ്. മഗ്ദലന മറിയം നമുക്കറിയാം, അവൾ വേശ്യയായിരുന്നെന്ന് ഒരുപാട് പേർക്ക് മനസ്സിലാക്കാൻ പറ്റി. അവളിൽ നിന്നാണ് യേശു ദുരാത്മാവിനെ വിട്ടത്. അതുകൊണ്ടാണ് അവളെ പിടിച്ചുകൊണ്ട് വന്ന് കല്ലെറിയാൻ കൊണ്ടുവന്നത്. സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ അവൾ പറയുന്നുണ്ട്, എനിക്ക് 6 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോൾ ഉള്ളവൻ എന്റെ ഭർത്താവല്ല. അപ്പൊ 5 എണ്ണത്തിന്റെ കൂടെ ജീവിച്ചു, 6ാമത് ഒരുവിധത്തിന്റെ കൂടെ ജീവിച്ചു. ഈ നാട് മൊത്തം പാട്ടാ. അവൾ പരസ്യവേശ്യ.
ഇന്ന് ഒരുപാട് പേര് പരസ്യ വേശ്യാവൃത്തി ചെയ്യുന്നവരുണ്ട്. പരസ്യ വേശ്യാവൃത്തി ചെയ്യുന്നവർ 200 രൂപ, 300 രൂപ, 1000 രൂപ, 2000 രൂപ, ലക്ഷക്കണക്കിന്. ഒരു സഹോദരി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇത് പുരുഷന്മാരുമുണ്ട് ഈ ഗണത്തിൽ കേട്ടോ, പുരുഷ വേശ്യകളുമുണ്ട്, അതുപോലെ സ്ത്രീ വേശ്യകളുമുണ്ട്. ഒരു സഹോദരി പറഞ്ഞതാണ്, എനിക്ക് ആദ്യത്തെ പ്രാവശ്യത്തെ റേറ്റ് അവർ കൃത്യമായിട്ട് പറഞ്ഞു 1,00,000 രൂപയായിരുന്നു ഞാൻ ആദ്യം. ഇതിന്റെ കാരണം എനിക്ക് 10 വയസ്സുള്ള സമയത്ത് 1 രൂപ തന്നിട്ട് എന്റെ സഹോദരൻ എന്നെ കൊണ്ടുപോയി നശിപ്പിച്ചു. എന്നിട്ട് ഈ സഹോദരൻ എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് കാശ് തരും, ഞാനുമായിട്ട് പാപം ചെയ്യും. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സഹോദരൻ മറ്റൊരു കാര്യം ചെയ്യാൻ തുടങ്ങി. സഹോദരന്റെ കൂട്ടുകാർ വീട്ടിൽ വരാൻ തുടങ്ങി. സഹോദരൻ അറിയുന്നില്ല, കൂട്ടുകാരുമായിട്ട് ഇവര് പാപത്തിൽ ബന്ധപ്പെടാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാരെന്ത് ചെയ്തു, വേറെ കൂട്ടുകാരെ കൊണ്ടുവന്നു. ആ കൂട്ടുകാരൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഇവളുടെ ആങ്ങളെയുമായിട്ട് പരിചയപ്പെടുത്തി. ഈ പരിചയത്തിലൂടെ അവരും വരാൻ തുടങ്ങി. അങ്ങനെ അവര് പരസ്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ ആദ്യ കാലഘട്ടത്തിൽ അവര് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 1,00,000 രൂപ അവർക്ക് കിട്ടുമായിരുന്നു. അവരിപ്പോ പറഞ്ഞു ഇപ്പൊ എന്റെ റേറ്റ് 200 രൂപയാണ്. എന്നിട്ട് ഇവർ പറഞ്ഞ എങ്ങനെയാ, ബ്രദറെ ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ യേശുക്രിസ്തു രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. സമരിയാക്കാരി സ്ത്രീയെ രക്ഷിച്ചവൻ, മഗ്ദല മറിയത്തെ രക്ഷിച്ചവൻ ആരെയും രക്ഷിക്കും? ജഡികപാപം ചെയ്യുന്ന ഏത് വ്യക്തിയെയും രക്ഷിക്കും. അതുകൊണ്ട് അവർ ഇനി പാപത്തിലല്ല കഴിയേണ്ടത്, വിശുദ്ധിയിലാണ് കഴിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ വ്യക്തിയും ഇന്ന് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എത്ര പാപം ചെയ്താലും യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിനാൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ പാപത്തെ ഉപേക്ഷിക്കണം. പാപത്തെ ഉപേക്ഷിക്കണം. ചിലപ്പോൾ നാട് മൊത്തം നിങ്ങൾ വേശ്യയെന്ന് മുദ്ര കുത്തിയേക്കാം, പാപം ചെയ്യുന്നിരുന്ന് മുദ്ര കുത്തിയേക്കാം, മോഷ്ടിക്കുന്നിരുന്ന് മുദ്ര കുത്തിയേക്കാം. എന്നാലും കർത്താവ് ഒരിക്കലും നിങ്ങളെ മുദ്ര കുത്തത്തില്ല. ഇതിന്റെ ഒരു മേഖലയുടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാണ്. അതിങ്ങനെയാണ്, ധൂർത്തപുത്രൻ പോയിട്ട് എന്തൊക്കെ പാപം ചെയ്തു എന്നുള്ളത് പിതാവ് ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ മൂത്ത പുത്രൻ പറഞ്ഞു, അവൻ കൊണ്ടുപോയി കാശെല്ലാം വേശ്യകൾക്കും അതുപോലെ മറ്റു പലർക്കും വേണ്ടി അവൻ ചെലവാക്കിയിട്ട് അവൻ വന്നിരിക്കുക. എന്നിട്ട് ഈ അപ്പൻ അവനെ സ്നേഹിക്കുക. പിതാവ് ചോദിച്ചില്ല നീ അത് ചെയ്തിട്ടോ ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പിതാവിന് അറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. പക്ഷേ പിതാവ് നമ്മളെ അത് വെച്ചും കൊണ്ട് കുത്തി കുത്തി ചോദിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പാപം ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് എന്നും പറഞ്ഞ് പാപത്തിൽ കഴിയാനല്ല അതിന്റെ കാരണം. പിന്നെയോ പാപത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാ. ആ ഉപേക്ഷിക്കുക എന്നുള്ളതാ കുമ്പസാരം. അതുകൊണ്ട് നമ്മൾ ചെയ്ത ഓരോ പാപത്തെയും വ്യക്തമായ ബോധത്തോടു കൂടി. ഇപ്പൊ ചിലർ പറഞ്ഞേക്കാം, ഇതൊന്നും വലിയ പാപമല്ലെന്ന് പറഞ്ഞേക്കാം. നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ പാപങ്ങളെല്ലാം എന്റെ കണ്ടെത്തലല്ല, ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അനുസരിച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യുന്നവൻ എപ്പോഴും പാപം ചെയ്യാനേ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ സന്തോഷകരമായ വാർത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപത്തിൽ കഴിയുന്ന വ്യക്തിയുടെ, ശ്രദ്ധിച്ചു കേട്ടോണം, സന്തോഷകരമായ വാർത്ത പാപം ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്നാൽ പാപത്തെ ഓർത്ത് അനുതപിക്കുന്ന, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു നിന്നെ രക്ഷിക്കും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വന്ന് നമ്മെ രക്ഷിക്കാനാ. നീ പാപം കൊടുക്കുമെങ്കിൽ അവൻ നിനക്ക് രക്ഷ തരും. നീ പാപം കൊടുക്കുമെങ്കിൽ അവൻ നിനക്ക് രക്ഷ തരും, സൗഖ്യം തരും. അതുകൊണ്ട് നീ പാപം ഉപേക്ഷിക്കുക, പാപം ഉപേക്ഷിക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ശരീരം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ശിരസ് മുതൽ പാദം വരെ എല്ലാ അവയവങ്ങളും. അതുകൊണ്ട് സഹോദരന്മാര് എല്ലാവരും തലയിൽ തുണിയണ്ണ. ഇപ്പോൾ ശിരസെല്ലാം മൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ദൈവത്തിന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ പോട്ടെ. കണ്ണടക്കി, എല്ലാവരും കണ്ണടച്ചു, എല്ലാവരും കണ്ണടച്ചു, എല്ലാവരും കണ്ണടച്ചു, എല്ലാവരും കണ്ണടച്ചു. കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കുക. ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് അവിടുന്ന് എന്നെ കാണുന്നു. ദൈവത്തിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളാണ്. അവിടുത്തെ നോട്ടത്തിൽ ഒരിക്കലും എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല.
ദാവീദ് വ്യഭിചാരം ചെയ്തിട്ട് ആ വ്യഭിചാരത്തെ മറച്ചു വെക്കാൻ വേണ്ടി അവൻ കൊലപാതകം കൂടി ചെയ്തു. അവൻ മറച്ചു വെക്കാൻ ശ്രമിച്ചതെല്ലാം ദൈവം പരസ്യപ്പെടുത്തി. നീ ഇത് പട്ടാപ്പകൽ ചെയ്തതുകൊണ്ട് നിന്റെ മക്കളും അതിനേക്കാൾ വലുത് ചെയ്യുമെന്ന് ദൈവം പറഞ്ഞു. അത് സംഭവിച്ചു. അന്ന് ബത്ശേബായിലൂടെ രൂപപ്പെട്ട ആ കുഞ്ഞ് മരിച്ചുപോയി. ചിലപ്പോൾ നിന്റെ വ്യഭിചാര ആസക്തി മൂലം, ജഡിക ആസക്തി മൂലം ഈ അവസ്ഥയിലായിരുന്നു കൊണ്ട് നിന്റെ ഉള്ളിൽ രൂപപ്പെട്ട ഒരു കുഞ്ഞിന്ന് രോഗത്തിലാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി പ്രിയ സഹോദര സഹോദരി നീയാ. വിവാഹത്തിന് മുമ്പ് ദൈവം നൽകിയ ശരീരത്തെ പാപത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടോ? എത്രയോ പേരെന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. തമാശയ്ക്ക് പോലും നിരവധി പേരെ ജഡികമായി സ്പർശിച്ചു. എന്റെ ശാരീരിക അവയവങ്ങളിൽ ജഡികമായി സ്പർശിക്കാൻ ഞാൻ അനുവാദം കൊടുത്തു. ഞാൻ അവർ ആവശ്യപ്പെട്ടപ്പോൾ അവരെ ശാരീരിക അവയവങ്ങളെ സ്പർശിച്ചു. പാപത്തിന് സുഖം ആവോളം ഇങ്ങനെ അനുഭവിച്ചു. നീ ശരീരത്തിൽ സുഖിച്ചപ്പോഴെല്ലാം യേശുക്രിസ്തു ശരീരത്തിൽ വേദന ഏൽപ്പിക്കുകയായിരുന്നു. കാരണം നിന്റെ ശരീരം അവന്റെ ആലയമാണ്. ഈ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വെച്ചും കൊണ്ടല്ലേ നീ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയത്? ഇത് വെച്ചും കൊണ്ടല്ലേ നീ നിരവധി വ്യക്തികളോടുകൂടെ പാപം ചെയ്തത്? നിനക്ക് ജീവിക്കാൻ എത്രയോ അവസരം കർത്താവ് നൽകി. പണത്തിനു വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി, അല്പനേരത്തെ ആനന്ദത്തിന് വേണ്ടി എത്രയോ പേരെ നീ നശിപ്പിച്ചു. അപ്പനായ നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ എന്റെ മകളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ടോ? മകനെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ടോ? മക്കളുടെ ജീവിത പങ്കാളികളെ, മരുമക്കളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ടോ? എന്റെ സ്വന്തം സഹോദരങ്ങളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ടോ? അനുദപിക്കുക. അമ്മയോർക്കുക, മകനെ നശിപ്പിച്ചിട്ടുണ്ടോ? മകളെ നശിപ്പിച്ചിട്ടുണ്ടോ? തെറ്റായ പല കാര്യങ്ങളും സംഭവിക്കുന്ന അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ടും എന്റെ മകൾ ചില വ്യക്തികളുമായിട്ട് ഇടപഴകുന്നതിന് ഞാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല. ഞാൻ അവളെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അപ്പനും അമ്മയും ഇപ്പോൾ അനുദപിക്കുക. പ്രിയ സഹോദര, നിന്റെ മാതാപിതാക്കളിൽ നിന്ന് ജന്മമെടുത്ത അതേ നിന്റെ ജീവിത സഹോദരിയായിരിക്കുന്ന വ്യക്തിയെ നീ നശിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിട്ടുണ്ടോ? തീരുമാനമെടുക്കുക. ഇപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക. സുരക്ഷിതത്വം തേടി വീട്ടിൽ നിന്ന് കടന്ന് ഹോസ്റ്റലിലും പല സ്ഥലങ്ങളിലും താമസിച്ചപ്പോൾ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ സ്വർഗഭോഗത്തിന്റെയും സ്വയംഭോഗത്തിന്റെയും റാഗിങ്ങിന്റെയും ജഡികപാപത്തിന്റെയും അവസ്ഥയിൽ കടന്നു വന്ന് നിന്റെ ജീവിതം മരവിച്ച് നശിച്ചു പോയിട്ടുണ്ടോ? ചിലപ്പോൾ ഇതായിരിക്കാം ഇന്ന് നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന മാനസിക പീഡകൾക്ക് കാരണം. ഒരുപാട് പേരുടെ കൂടെ പാപകരമായി ജീവിച്ചതുകൊണ്ട്, മരവിച്ചു പോയ ഒരു ജീവിതമായതുകൊണ്ട് ഇനി രക്ഷയില്ലാന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. യേശുക്രിസ്തു നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവൻ നിന്റെ പാപത്തെ കാണുന്നത്, അത് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത് നീ സന്തോഷവും സമാധാനം അനുഭവിക്കാനാ. നീ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും യേശുക്രിസ്തുവിനെ ആയിരുന്നു നീ വേദനിപ്പിച്ചത്. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കണ്ണു തുറന്ന് ആരും പ്രാർത്ഥിക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. കാരണം കണ്ണിലൂടെയാണ് ഒരുപാട് പാപം വന്നിരിക്കുന്നത്. ജഡിക ആസക്തികൾ നിറഞ്ഞ കണ്ണുകളാണ്. ഈ കണ്ണിലൂടെ ഒരുപാട് പാപം വന്നിരിക്കുന്നത്. മ്ലേച്ഛമായ നോട്ടങ്ങൾ അതെല്ലാം കണ്ണിലൂടെ വന്നിരിക്കുന്നതാ. അതുകൊണ്ട് കണ്ണടക്കി എല്ലാവരും. കർത്താവേ, എന്റെ കണ്ണുകളെ അവിടെ നിന്ന് ഇപ്പോൾ കഴുകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യഭിചാരത്തിൽ നിന്ന് മോചനം പ്രാപിക്കാത്ത എന്ന് പറഞ്ഞതുപോലെ എന്റെ കണ്ണുകളും അപ്രകാരമുള്ളതാണെങ്കിൽ
2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, കണ്ണടച്ച് 2 കൈകൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും 2 കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊള്ളുക. ആരെയും നോക്കേണ്ട, നല്ലവണ്ണം കൈ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക്. കാരണം നമ്മുടെ ശരീരം ഇപ്പോൾ സമർപ്പിക്കുന്നതിന് അടയാളമാണത്. കർത്താവേ, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ രക്ഷിക്കാനാണ് നീ വന്നത്. കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും പാപത്തിന് ഒഴിഞ്ഞു നിൽക്കട്ടെ. കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തുമാത്രം സ്വരമുണ്ടോ അത്രയും സ്വരത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുതാപ ശക്തി ഉണ്ടാകട്ടെ. മഗ്ദല മറിയം തന്റെ കണ്ണുനീര് കൊണ്ട് അവന്റെ കാലുകൾ കഴുകി. കാരണം അവളുടെ ഓരോ കണ്ണുനീരും അനുതാപത്തിൻ്റെതായിരുന്നു. യേശുവിന്റെ കൂടെ ഇരുന്നവരെല്ലാം അപ്പോഴും ചിന്തിച്ചത്, കണ്ടത് അവളുടെ പാപത്തെയാണ്. എന്നാൽ യേശു അവളിൽ കണ്ടത് വിശുദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. അതുകൊണ്ട് നിന്റെ കണ്ണുനീരിന് വിലയുണ്ട്. അതിനാൽ കർത്താവിന്റെ സന്നിധിയിൽ വലിയ അനുതാപത്തോടെ കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ സ്വരം തന്നെ ഉയരട്ടെ, നിങ്ങളുടെ സ്വരം ഉയരട്ടെ. നിങ്ങളുടെ സ്വരം ഉയരട്ടെ, നിങ്ങളുടെ സ്വരം ഉയരട്ടെ. ഭാഷാവരെ സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സത്യം ഞങ്ങൾ നിറയട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ എല്ലാവരിലും ഇപ്പോൾ കത്തിപ്പടരണമേ. എല്ലാവരിലും കത്തിപ്പടരണമേ. എല്ലാ അവയവങ്ങളിലും വ്യാപിക്കട്ടെ. അങ്ങയുടെ ആലയമാകുന്നു ഞങ്ങളുടെ ശരീരം. ഞങ്ങൾ അതിനെ തകർന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇപ്പോൾ പുനരുദ്ധരിക്കണമേ. അവിടുന്ന് ഇപ്പോൾ പഴുതുയർത്തണമേ. എല്ലാ മ്ലേച്ഛതകളും അതിന്റെ ചിന്തകള് കർത്താവേ ഭാവനയിൽ കിടക്കുന്ന, മുമ്പ് പുസ്തകങ്ങൾ വായിച്ചപ്പോൾ കണ്ടിരിക്കുന്ന, കാസറ്റ് കണ്ടപ്പോൾ കണ്ടിരിക്കുന്ന ഭാവന കിടക്കുന്ന എല്ലാം ഇപ്പോൾ കഴുകപ്പെട്ട യേശുവിന്റെ നാമത്തില്. ചില വ്യക്തികൾ പഠിപ്പിച്ചു തന്നിരിക്കുന്ന തെറ്റായ ലൈംഗിക പാഠങ്ങളെല്ലാം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ. മാതാപിതാക്കളുടെ ശരീരത്തിൽ കണ്ടിരിക്കുന്ന, മക്കളുടെ ശരീരത്തിൽ കണ്ടിരിക്കുന്ന, മറ്റുള്ളവരുടെ സഹോദരങ്ങളുടെ ശരീരത്തിൽ കണ്ടിരിക്കുന്ന, കൂട്ടുകാരുടെ ശരീരത്തിൽ കണ്ടിരിക്കുന്ന, അവരെ ഏതെങ്കിലും അവയവങ്ങളിൽ കണ്ടിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ മ്ലേച്ഛതയായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുക. നിങ്ങളെ സ്വരം ഉയരട്ടെ. എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വ്യാപിക്കണമേ. ജഡത്തിന് അരുവി വിട്ടുപോകട്ടെ, ആസക്തി വിട്ടുപോകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സ്തുതിക്കുക. കർത്താവിന്റെ സത്യം നിറയട്ടെ. എല്ലാവരും നിറയട്ടെ. സ്തുതിക്കുന്ന എല്ലാവരും നിറയുന്നു, പ്രാർത്ഥിക്കുന്ന എല്ലാവരും നിറയുന്നു. ജീവൻ വ്യാപിക്കട്ടെ. കർത്താവിന്റെ സത്യ വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപിക്കട്ടെ. എന്റെ ശരീരം കർത്താവിന്റെ ആലയമാണ്.
ആത്മാവാണ് ജീവൻ നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് ജീവൻ നൽകുന്നത്. കൈകളടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ, കൈകളടിച്ച് സ്തുതിക്കട്ടെ, കണ്ണടച്ച് കൈകളടിച്ച് എല്ലാവരുടെ മേലും കർത്താവിന്റെ ശക്തി വ്യാപിക്കട്ടെ. സ്തുതിച്ചുകൊള്ളുക, സ്തുതിച്ചുകൊള്ളുക. നമ്മുടെ ഈ അവയവങ്ങളെല്ലാമാണ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയടിക്കുമ്പോൾ ചലിക്കുന്ന ഈ അവയവങ്ങളെല്ലാമാണ് പാപത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത്. ഈ അവയവങ്ങളെല്ലാം ഇപ്പോൾ കർത്താവിനായി സമർപ്പിക്കട്ടെ. ഈ ഓരോ അവയവങ്ങളും സമർപ്പിക്കട്ടെ. ശക്തി വ്യാപിക്കട്ടെ, ശക്തി വ്യാപിക്കട്ടെ, കർത്താവിന്റെ ശക്തി വ്യാപിക്കട്ടെ, കർത്താവിന്റെ ശക്തി വ്യാപിക്കട്ടെ. തെറ്റ് ചെയ്യാനുള്ള, ജഡികപാപം ചെയ്യാനുള്ള പ്രേരണകളെല്ലാം വിട്ടുപോകട്ടെ. അതിന്റെ എല്ലാവിധ വ്യഭിചാര ദുർഭൂതം വിട്ടുപോകട്ടെ. മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ജഡിക സുഖങ്ങളുണ്ടെങ്കിൽ എല്ലാം വിട്ടുപോകട്ടെ. ഇപ്പോൾ മറക്കാൻ പറ്റാതെ ഏതെങ്കിലും ലൈംഗിക സുഖങ്ങളുണ്ടെങ്കിൽ എല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാവരും കത്തിപ്പെടട്ടെ, എല്ലാവരും കത്തിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് അഗ്നിയാൽ നിറയട്ടെ, അഗ്നിയാൽ നിറയട്ടെ, അഗ്നിയാൽ നിറയട്ടെ. അഗ്നി ദഹിപ്പിക്കട്ടെ എല്ലാവരെയും, അഗ്നി ദഹിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അഗ്നി ദഹിപ്പിക്കട്ടെ. എല്ലാവരും സൂചിച്ചുകൊള്ളുക, എല്ലാവരും സൂചിച്ചുകൊള്ളുക. പാപമെന്നിൽ ഇല്ലയെന്ന് നിരന്തരം ഞാനോർത്തുപോ നീതിമാനായി ഞാൻ ചമഞ്ഞു ചെയ്യേണ്ട നന്മകൾ മറന്നുപോ ക്രൂശിതാ ക്ഷമിക്കൂ മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ മനസ്സു ഞാനങ്ങിലർപ്പിച്ചിടാ ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം കഥനമേറുമിൻ കഥ പറയുമ്പോ കരുണയോടതു മുഴുവൻ കേൾക്കാൻ ആധാ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും ക്രൂശിൽ നീ ചേർക്കൂ എന്റെ രോഗദുരിതങ്ങളെല്ലാം. കണ്ണുകളെ അടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക.
കർത്താവ് നൽകുന്ന അനുതാപം സ്വീകരിക്കുക. കാരിരുമ്പിൻ ആണിയേക്കാൾ കഠോരവേദനയേകി ഞാൻ ഏറെ നാളായി പാപം ചെയ്ത് നിനക്കു മുൾമുടി മേനഞ്ഞു ഞാൻ. യേശുവേ ക്ഷമിക്കൂ, അകന്നു പോകാതെ നിന്നാത്മനെ പകരണേ എന്നുമെൻ ജീവനിൽ. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമെൻ കഥ പറയുമ്പോ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും. ക്രൂശിൽ നീ ചേർക്കൂ എന്റെ രോഗദുരിതങ്ങളെല്ലാം. ക്രൂശിൽ നീ ചേർക്കൂ എന്റെ